Hi all, welcome back to my channel. ഇന്ന് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ +1 സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ്. +1 പഠിക്കുന്ന കുട്ടികൾ എനിക്ക് തോന്നുന്നു കുറച്ച് ഡിഫിക്കൽട്ടോട് കൂടി തോന്നുന്ന കുറച്ചല്ല അത്യാവശ്യം നല്ലതുപോലെ അവർ ഡിഫിക്കൽട്ടായിട്ട് കാണുന്ന ഒരു ചാപ്റ്ററാണ് സീക്വൻസ് ആൻഡ് സീരീസ്. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന അത്ര ഡിഫിക്കൽട്ട്നെസ് ഒന്നും ഈ ചാപ്റ്ററിലില്ല. ആ ചാപ്റ്റർ എൻ്റേതായ രീതിയിൽ ഈ ചാപ്റ്ററിൻ്റെ ത്രൂ ഔട്ട് ഈ ഫുൾ ചാപ്റ്റർ ഡിസ്കഷനാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എങ്ങനെയാണ് ഈ ഒരു ഒറ്റ വീഡിയോയിൽ ഫുൾ ചാപ്റ്റർ. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും സ്ട്രൈക്ക് ചെയ്യുന്ന കുറച്ച് ഡിഫിക്കൽട്ടി ലെവലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ എടുത്ത് സോൾവ് ചെയ്യുന്നുള്ളൂ. പക്ഷേ എനിക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റുന്നത് ഈ വീഡിയോ നിങ്ങൾ മൊത്തം സ്കിപ്പ് ചെയ്യാണ്ട് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഈ ചാപ്റ്ററിനെ പറ്റിയിട്ട് ഒരു 60% ഐഡിയെങ്കിലും നിങ്ങൾക്ക് തരാൻ പറ്റും. മാത്രമല്ല നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം കാണുന്ന കുട്ടികൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യുക, നിങ്ങളുടെ മറ്റു കുട്ടികളോട് എത്തിക്കുക. അതിന് കൂടെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ, അതായത് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ്, ഞാൻ പറഞ്ഞു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുള്ളൂ. അത് വളരെ ചുരുക്കം കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ. ബാക്കി നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നുവാണെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ നമ്പറും പേജ് നമ്പറും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പറോ പേജ് നമ്പറോ മറ്റോ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അടുത്ത എൻ്റെ വീഡിയോയിലൂടെ ആ ഡൗട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്ത് തരാം. സോ പ്ലീസ് സ്റ്റേ വിത്ത് മീ. വി ആർ ഗോയിങ് ടു എക്സ്പ്ലോർ ദ ചാപ്റ്റർ സീക്വൻസ് ആൻഡ് സീരീസ്. സോ ആസ് ഐ സെഡ്, സീക്വൻസ് ആൻഡ് സീരീസ് നമ്മൾ പഠിക്കാൻ നോക്കുവാണ്. സീക്വൻസ് ആൻഡ് സീരീസിൽ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ നെയിം തന്നെ സീക്വൻസ് ആൻഡ് സീരീസ് ആണ്. അപ്പോൾ എന്താണ് സീക്വൻസ്, എന്താണ് സീരീസ് എന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെ നിർബന്ധമാണ്. പക്ഷേ നമുക്ക് മാത്സിൻ്റെ ഡെഫിനിഷൻ ഒന്നും ചോദിക്കില്ല. പക്ഷേ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ എന്താണ് സീക്വൻസ്, എന്താണ് സീരീസ് എന്ന്. എന്താണ് സീക്വൻസ്? സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പർട്ടിക്കുലർ കുറച്ച് നമ്പേഴ്സിനെ അങ്ങ് എടുക്കുന്നു. നമ്മളൊരു ആ നമ്പേഴ്സിന് ഒരു പൊതുവായിട്ടുള്ള ഒരു മീൻസ് ഉദാഹരണത്തിന് ഞാൻ കുറച്ച് നമ്പേഴ്സ് എഴുതി കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മുടെ റൈറ്റിംഗ് പാടുണ്ട്, അതിൽ എഴുതുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാവും. കുറച്ച് നമ്പേഴ്സ്, ആ നമ്പേഴ്സിന് ഒരു കൃത്യമായിട്ടുള്ളൊരു ക്രമം ഉണ്ടാവും. അതായത് നിങ്ങൾക്കിപ്പോൾ ഞാൻ ഒരു 3-4 നമ്പർ തരുവാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത നമ്പർ ഏതാണെന്ന് നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഫസ്റ്റ് നമ്പർ 2, സെക്കൻഡ് നമ്പർ 4, തേർഡ് നമ്പർ എന്തായിരിക്കും 6, ദെൻ 8. അങ്ങനെ ഒരു കൃത്യമായ ഒരു നിയമം പാലിച്ചുകൊണ്ട് എഴുതുന്ന നമ്പറിനെയാണ് സീക്വൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു ആദ്യത്തെ ഒരു 3-4 നമ്പർ എന്നാൽ നിങ്ങൾക്ക് തൊട്ടടുത്ത നമ്പർ നിങ്ങൾക്ക് സ്വന്തമായും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പ്രത്യേകതയുള്ള കുറച്ച് നമ്പേഴ്സിനാണ് സീക്വൻസ്. അപ്പോൾ എപ്പോഴാണ് സീക്വൻസ് എന്ന് പറയുന്നത് സീരീസ് ആവുന്നത്? ചാപ്റ്ററിൻ്റെ പേര് സീക്വൻസ് ആൻഡ് സീരീസ് എന്നാണല്ലോ. അപ്പോൾ സീക്വൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഞാൻ എക്സാമ്പിൾ എഴുതി കാണിച്ചു തരാം. എപ്പോഴാണ് ഒരു സീക്വൻസ് സീരീസ് ആവുന്നത്? സീക്വൻസ് എഴുതിയതിന് ശേഷം അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഉദാഹരണത്തിന് 2, 4, 6, 8, 10, അങ്ങനെ കോമ ഇട്ട് എഴുതുന്നതിനാണ് സീക്വൻസ് എന്ന് പറയുന്നത്. ഈ സീക്വൻസ് തന്നെ എപ്പോഴാണ് സീരീസ് ആവുന്നതെന്ന് വിചാരിച്ചാൽ ഈ സീക്വൻസിൻ്റെ ഇടയ്ക്ക് ഒരു പ്ലസ് സൈൻ ഇട്ട് കൊടുക്കുക. 2, 4, 6, 8ൻ്റെ ഇടയിൽ 2 + 4 + 6 അതായത് സം ഓഫ് ദ സീക്വൻസിനെയാണ് സീരീസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. സീക്വൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്പേഴ്സിന് വെറുതെ എഴുതുന്നു. പിന്നെ സീക്വൻസ് സീരീസിലോട്ട് മാറുമ്പോൾ നമ്മളവിടെ ഇടയ്ക്കൊരു സമ്മേഷൻ്റെ പ്ലസ് സൈൻ ഇട്ട് കൊടുക്കുന്നു. ആ നമ്പേഴ്സിൻ്റെ ഇടയ്ക്ക് കോമ മാറ്റി പ്ലസ് സൈൻ ഇടുന്നു. കോമ മാത്രം ഇടുവാണെങ്കിൽ സീക്വൻസും, കോമ മാറ്റി പ്ലസ് സൈൻ ഇടുവാണെങ്കിൽ അതിനെ സീരീസ് എന്നും പറയുന്നു. ഇനി നമുക്ക് നമ്മുടെ റൈറ്റിംഗ് പാഡ് ഉപയോഗിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം ഇതിൻ്റെ എനിക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഞാൻ ഫോണിനാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. മാത്രമല്ല ഐ എം നോട്ട് എ യൂട്യൂബർ. സോ എനിക്കതിൻ്റെ കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് അറിയത്തില്ല. ഞാൻ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എഡിറ്റിംഗ് ഒന്നുമില്ല. ഞാൻ എന്ത് ഷൂട്ട് ചെയ്യുന്നു അതുപോലെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ കുറേ മിസ്റ്റേക്സും കുറേ സൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബാധിച്ചേക്കാം. നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന റൈറ്റിംഗ് പാഡ് ഇത് ആദ്യമായിട്ട് കാണുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. +1 ദിസ് വീഡിയോ ഈസ് ദിസ് ഈസ് ഫോർ +1 സ്റ്റുഡൻസ് ഓൺലി. ബാക്കി എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആർക്കും ഇത് അവർക്കിത് ഒരു പക്ഷേ ഇത് കാണാൻ പറ്റിയെന്ന് വരില്ല. അവർക്കിത് കണ്ടിട്ട് ഒരു രസവും തോന്നിയിട്ടുണ്ടാവില്ല. പക്ഷേ +1 കുട്ടികൾക്ക് ഒരു പക്ഷേ ഇത് നന്നായിട്ട് അവർക്ക് നല്ല ഒരു ഉപയോഗം കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന റൈറ്റിംഗ് പാഡ് ജസ്റ്റ് പേപ്പർ ആൻഡ് പെന്നാണ്. സോ അവിടെയും കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ക്ലാരിറ്റി പ്രോബ്ലം, ഞാൻ വളരെ ക്ലാരിറ്റി കുറച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. കാരണം നമ്മുടെ ഫയൽ കുറച്ച് വലുതാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അപ്ലോഡിംഗ് ഒക്കെ സുഗമമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലാരിറ്റി കുറവായിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. സോ അറ്റ് എ ടൈം നിങ്ങൾക്ക് റൈറ്റിംഗ് ബോർഡ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. എന്നെയും റൈറ്റിംഗ് ബോർഡും കൂടെ ഒരുമിച്ച് കാണാൻ പറ്റില്ല. ചില സമയത്ത് ഞാൻ ഫോൺ ക്യാമറ സ്വിച്ച് ചെയ്യും. most of the time we will focus in the writing part. So shall we? So sequence and series. Okay. നിങ്ങൾക്ക് ഡെഫിനിഷൻ വേണമെങ്കിൽ ഒന്ന് എഴുതാവുന്നതാണ്. സീക്വൻസിൻ്റെ ഡെഫിനിഷൻ ഇതാണ്. സീക്വൻസ് ഈസ് ഡിഫൈൻഡ്, ദിസ് ഈസ് ഗൂഗിൾ ഡെഫിനിഷൻ. സീക്വൻസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് നമ്പേഴ്സ് ഇൻ എ പർട്ടിക്കുലർ ഓർഡർ. നിങ്ങൾക്ക് കുറച്ച് ക്ലാരിറ്റി പ്രോബ്ലം ഉണ്ടാകും, പക്ഷേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാവുക. ക്ലാരിറ്റി കുറച്ച് കുറവാണെന്ന് മാത്രം വീഡിയോയ്ക്ക്. സീക്വൻസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് നമ്പേഴ്സ് ഇൻ എ
പർട്ടിക്കുലർ ഓർഡർ. ഒരു പർട്ടിക്കുലർ ഓർഡറിൽ എഴുതുന്ന കുറച്ച് നമ്പേഴ്സിനാണ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ. സീക്വൻസിൻ്റെ ഇടയിൽ പ്ലസ് സൈൻ ഇടുമ്പോൾ അത് സീരീസ് ആവും. അതായത് സീരീസ് ഇസ് ഡിഫൈൻഡ് ആസ് എ സം ഓഫ് എലമെൻറ്റ്സ്. സമ്മ് പ്ലസ് സൈൻ ഇടുന്നു, സം ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ സീക്വൻസ്. ഈ സീക്വൻസിലുള്ള നമ്പേഴ്സിൻ്റെ ഇടയിൽ നമ്മൾ സം നൊട്ടേഷൻ, നമ്മൾ പ്ലസ് സൈൻ ചേർത്ത് കഴിഞ്ഞാൽ, നിങ്ങൾ പ്ലസ് വണ്ണിൽ സം നൊട്ടേഷൻ പറയുന്ന ഒരു പേരാണ് സിഗ്മ. സിഗ്മ എന്നാണ് സമ്മിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ഇവിടെ വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റേ വിത്ത് മീ, ഡു നോട്ട് സ്കിപ്പ് ദ വീഡിയോ. ആൻഡ് ഫോർ എക്സാമ്പിൾ, നമ്മൾ സീക്വൻസിന് നമ്മൾ കുറച്ച് എക്സാമ്പിളായിട്ട് എഴുതാൻ പോകുന്നത്. സീക്വൻസും സൈഡ് ഹെഡിങ് എഴുതുക, അണ്ടർലൈൻ, ദെൻ എക്സാമ്പിൾസ്. ഇത് നിങ്ങൾ നോട്ട് എഴുതണമെന്നൊന്നുമില്ല, നിങ്ങൾ വെറുതെ കണ്ട് മനസ്സിലാക്കി റഫ് നോട്ട് എഴുതിയാലും മതി. പക്ഷേ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഫ്യൂച്ചർ റെഫറൻസിന് അത് ഉപയോഗപ്പെടുള്ളൂ. സോ സീക്വൻസിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. 2, 4, 6, 8, ക്യാൻ യു പ്രെഡിക്റ്റ് ദ നെക്സ്റ്റ് നമ്പർ? യെസ്, വെരി ഗുഡ്. 10, then 12. സോ ഇതാണ് സീക്വൻസ്. ഇതുണ്ടല്ലേ, നമ്പേഴ്സിനിടയ്ക്ക് കോമ ഇട്ട് എഴുതി. ഇനി വേറൊരു സീക്വൻസ് ഞാൻ പറഞ്ഞുതരാം. 5, 10, 15. ഇങ്ങനെ ഒരു കൃത്യമായ ഇടവേളകളിൽ എഴുതുന്ന നമ്പറാണ്. ഇനി വേറൊരു സീക്വൻസ് വേണമെങ്കിൽ പറഞ്ഞുതരാം. പിന്നെ വേറൊരു സീക്വൻസ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതാ. 2, 4, 8, 16, 32. ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇവിടുത്തെ നമ്പേഴ്സിൻ്റെ പ്രത്യേകത 2 കൂടി വരുവാണ് എല്ലാത്തിലും, അല്ലേ? 2 ആഡ് ചെയ്ത് പോവാണ്. ഇവിടെ 5 ആഡ് ചെയ്ത് പോവാണ്. ഇവിടെ ഏതെങ്കിലും ഒരു നമ്പർ ആഡ് ചെയ്താണോ പോകുന്നത്? അല്ല. ഇവിടുത്തെ സീക്വൻസിന് വേറെ ഒരു പ്രത്യേകത എന്താണ്? ആദ്യത്തെ നമ്പർ 2, രണ്ടാമത്തെ നമ്പർ 4, പിന്നത്തെ നമ്പർ 8. അതായത് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ആണ് പോകുന്നത്, അല്ലേ? 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4, 4നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8, 8നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോയാലും മതി. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ജനറൽ, അതായത് എന്തായാലും അടുത്ത നമ്പർ നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. എത്രയാണത്? 64. അങ്ങനെ അടുത്ത നമ്പർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളൊരു കൃത്യമായ കുറച്ച് നിയമം പാലിച്ചുകൊണ്ട് എഴുതുന്ന നമ്പേഴ്സിനാണ് സീക്വൻസ് എന്ന് പറയുന്നത്. ഇനി ഈ സീക്വൻസ് എപ്പോഴാണ് എന്താവുക? സീരീസ് ആവുക. എപ്പോഴാണെന്ന് അറിയാം നിങ്ങൾക്ക്. ഉദാഹരണത്തിന് ഞാൻ ആദ്യത്തെ സീക്വൻസ് ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഏതായിരുന്നു നമ്മുടെ ആദ്യത്തെ സീക്വൻസ്? 2, 4, 6, 8 ഇതല്ലേ? ഇതിൽ ഈ കോമ സൈൻ മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? കോമ സൈൻ റീപ്ലേസ്ഡ് ഇൻറ്റു പ്ലസ് സൈൻ. ദെൻ ആ സീക്വൻസിൻ്റെ ഇടയിൽ പ്ലസ് സൈൻ കൊടുത്തപ്പം അതിന് ഇപ്പോൾ പറയുന്ന പേരാണ് സീരീസ്. അപ്പോൾ എപ്പോഴാണ് സീക്വൻസ് ഒരു സീരീസ് ആവുക? പ്ലസ് സൈൻ ഇടുക. ഈ പ്ലസ് സൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി പ്ലസ് സൈൻ ഇങ്ങനെ ഇടാം. പിന്നെ പ്ലസ് സൈനിനെ നമ്മൾ ഒരു പേര് പറയുവാണെങ്കിൽ അതിന് നമ്മൾ സിഗ്മ എന്ന് പറയും. പ്ലസ് വണ്ണിൽ നിങ്ങൾ പഠിച്ചൊരു ടേമാണ് സിഗ്മ. സിഗ്മേൻ്റെ നൊട്ടേഷൻ ഇതാണ്. ഈ ആഡ് ചെയ്യുന്നതിന് പറയുന്ന വേറൊരു രീതിയാണ് സിഗ്മ. ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ഉദാഹരണത്തിന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ഉദാഹരണം കാണിച്ചു തരാം. ഉദാഹരണത്തിന് ഞാൻ ഒരു 5, then 15, then 25. അത് 10 വെച്ച് ആഡ് ചെയ്യുന്നു. അടുത്ത നമ്പർ ഏതായിരിക്കും? യെസ്, യു ആർ ഗുഡ്. യെസ് യു ആർ റൈറ്റ്. 35, then 45. അങ്ങനെ പോകുന്നു, അല്ലേ? 10 വെച്ച് കൂടി പോകുന്നു. സോ ഇതും എന്താണ്? എന്താണ്? സീക്വൻസ് ആണ്. ഇതിൻ്റെ സമ്മ് ഞാൻ എടുക്കുന്നു. അപ്പം ഇതിന് നിങ്ങൾക്ക് ഓരോന്നിനെയും ഇത് നിങ്ങളുടെ x1 എന്ന് നിങ്ങൾ വിളിച്ചോളൂ. ഇതാ ഈ ഫസ്റ്റ് ഒബ്സർവേഷൻ നിങ്ങൾക്ക് x1 എന്ന് വിളിക്കാം. ആർ യു ഫോളോയിങ് മീ? ഫസ്റ്റത്തെ ഒബ്സർവേഷൻ നിങ്ങൾക്ക് x1 എന്ന് വിളിക്കാം. x1 സ്റ്റാൻഡ്സ് ഫോർ ദ ഫസ്റ്റ് ഒബ്സർവേഷൻ, ദെൻ x2, second observation x2, then third observation x3, then fourth observation x4, fifth observation നമുക്ക് x5. അങ്ങനെയൊക്കെ എഴുതുവാണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ സം ഇടാൻ പോവുകയാണ്. അതായത് 5 + 15 + 25 + 35 അങ്ങനെ സം ഇടുവാണ്. അപ്പം ഇത് സീക്വൻസ് ആയിരുന്നു, ഇതിപ്പോൾ എന്തായി? സീരീസ് ആയി. അപ്പോൾ ആ സം ഇടുന്നതിന് പറയുന്ന വേറൊരു പേരാണ് സിഗ്മ xi എന്ന് എഴുതിയാലും മതി. അതായത് സിഗ്മ xi എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം, നിങ്ങൾ സിഗ്മ കാണുമ്പോൾ പല കുട്ടികളും ഞെട്ടിപ്പോൾ ഇത്രയേ ഉള്ളൂ. സിഗ്മ xi എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ xi സ്റ്റാൻഡ്സ് ഫോർ ദിസ് i ഈസ് എ general, that means xi stands for a general term. That means xi എന്ന് പറയുമ്പോൾ അത് x1 ആകാം, x2 ആകാം, x3 ആകാം, x4 ആകാം. സിഗ്മ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ സമ്മേഷൻ xi എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x1നെയും x2നെയും x3നെയും x4നെയും ഒക്കെ എന്ത് ചെയ്യുക? സമ്മ് ചെയ്യുക. അതിനെയാണ് സമ്മേഷൻ xi എന്ന് പറയുന്ന സിമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സമ്മേഷൻ xi സ്റ്റാൻഡ്സ് ഫോർ എല്ലാ x1നെയും x2നെയും x3നെയും x4നെയും ഒക്കെ സമ്മ് ചെയ്യുക. അതാണ് ഇവിടുത്തെ x1, x2, x3 ഇതൊക്കെയായിരുന്നു, അതിനെ സമ്മ് ചെയ്തു. അപ്പോൾ സിഗ്മ xi എന്ന് പറഞ്ഞാൽ മൊത്തം നമ്പർ കൂട്ടി എഴുതുക, അത്ര മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല അതിൽ. ഇനി നമുക്ക് ഓരോരോ പ്രോബ്ലം ആയിട്ട് ഇപ്പം നമ്മളൊരു ഇൻട്രോ പഠിച്ചു. ഈ ഇൻട്രോ വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്യലാണ് അടുത്ത ടാസ്ക്. ഞാൻ പറഞ്ഞു ഈ ചാപ്റ്റർ മൊത്തം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യും. സോ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ലിറ്റിൽ ബിറ്റ് ലെങ്തി വീഡിയോ, ബട്ട് യു ക്യാൻ മാനേജ് ഇറ്റ്. So moving to the first question. So as I mentioned, we will not solve all the question. We will focus only the difficult question, only the standard question, only the strange question which the students may feel difficult. Clear? Moving to the first. ഞാൻ ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ 179 എക്സാമ്പിൾ 1ലുള്ള സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ an എന്ന് പറഞ്ഞിട്ടൊരു സാധനം തന്നിട്ടുണ്ട്. അതിൽ നിന്നും റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത്
ഇതൊരു സീക്വൻസിൻ്റെ ജനറൽ ടേമിൻ്റെ നൊട്ടേഷനാണ്. ഇതിൽ ആദ്യത്തെ 3 ടേംസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ ടേമിനെ നമ്മൾ അതായത് സീക്വൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു നമ്പർ കോമ അടുത്ത നമ്പർ കോമ അടുത്ത നമ്പർ കോമ അടുത്ത നമ്പർ. അതിൽ ആദ്യത്തെ നമ്പർ ഏതാണ്, രണ്ടാമത്തെ നമ്പർ ഏതാണ്, മൂന്നാമത്തെ നമ്പർ ഏതാണ്, അതാണ് ആദ്യത്തെ 3 ടേംസ് എഴുതാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിന് തന്നേക്കുന്ന ഇൻഫർമേഷൻ ഇതൊരു ജനറൽ ടേമാണ്. AN എന്ന് പറഞ്ഞ രീതിയിൽ ഒരു ജനറൽ ടേം തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടുപിടിക്കുന്നത് A1 സ്റ്റാൻഡ്സ് ഫോർ ഫസ്റ്റ് ടേം. ദെൻ രണ്ടാമത്തെ ടേം എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കുന്നത് A2 സ്റ്റാൻഡ്സ് ഫോർ ദ സെക്കൻഡ് ടേം. ആൻഡ് മൂന്നാമത്തെ ടേം എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കുന്നത് A3 ഒബ്വിയസ്ലി സ്റ്റാൻഡ്സ് ഫോർ ദ തേർഡ് ടേം. സോ A1 A2 A3 കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ആദ്യത്തെ 3 ടേം ആവും. ഓക്കെ, ക്ലിയർ. സോ A1 എങ്ങനെ കണ്ടുപിടിക്കും, A2 എങ്ങനെ കണ്ടുപിടിക്കും, A3 എങ്ങനെ കണ്ടുപിടിക്കും. AN ആണ് നമുക്ക് തന്നേക്കുന്നത്. ഈ N-നെ മാറ്റി എന്ത് കൊടുക്കുക, 1 കൊടുക്കുക. അപ്പോൾ A1 കിട്ടും. സോ N-നെ മാറ്റി 1 കൊടുത്താൽ എന്ത് വരും, N-നെ മാറ്റി 1 കൊടുത്തു കഴിഞ്ഞാൽ A1 കിട്ടും. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ N-നെ മാറ്റി 1 കൊടുത്താൽ A1 കിട്ടും എന്നാണ് എൻ്റെ അർത്ഥം. അതായത് N-നെ മാറ്റി 1 റീപ്ലേസ് ചെയ്യുക. സോ n-3/4 become 1 - 3/4. So 1 - 3 is -2. It becomes -2/4. When you cancel by 2, it will be -1/2. So you got A1, no? Yes. And moving to the A2, so replace n by 2. So it becomes 2 - 3/4. Is it clear for you? So answer is -1/4. Okay. Then A3, replace n by 3. So it becomes 3 - 3/4. And you know 3 - 3 is 0/4. If the numerator is 0, the answer will be 0. So we got the first term as -1/2, second term as -1/4, and third term as 0. Moving to the next important question. Okay. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സീക്വൻസിനെ പറ്റിയിട്ടാണ്. ഇനി സീക്വൻസിനെ തന്നെ പല സീക്വൻസുകളുണ്ട്. അതിൽ ഫസ്റ്റ് സീക്വൻസിൻ്റെ ഫസ്റ്റത്തെ ഒരു ക്ലാസിഫിക്കേഷനാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. എന്താണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ? സീക്വൻസ് പലതരത്തിലുണ്ട്. അതിലൊരു ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് AP അഥവാ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ഞാൻ പറഞ്ഞു ഞാൻ വളരെ ഷോർട്ടായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. വളരെ ഷോർട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുവാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്കത് ഷെയർ ചെയ്യാം. ഞാൻ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ഇട്ട് തന്നു കഴിഞ്ഞാൽ എൻ്റെ സമയം പോലെ ഞാൻ വീഡിയോ ചെയ്തു തരും. ഷുവർ. So we are discussing about AP. As I said, AP is one of the classification of sequence. Arithmetic progression. എന്താണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്നൊക്കെ നമ്മൾ 10th നന്നായി പഠിച്ചിട്ടുണ്ട്. നമുക്കതിന് ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്തെടുക്കുകയേ വേണ്ടൂ. 10th CBSE പഠിച്ച ഒരു കുട്ടിക്ക് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ബുദ്ധിമുട്ടേ വരില്ല. ഇനി 10th സ്റ്റേറ്റ് ബോർഡിൽ പഠിച്ച കുട്ടികളും AP നന്നായി പഠിച്ചിട്ടുണ്ട്. പക്ഷേ CBSEയിൽ പഠിച്ച കുട്ടികൾ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് അവർ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ AP ഇനി ആർക്കാണെങ്കിലും അത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ AP പറഞ്ഞുതരാം. നമ്മളൊന്ന് ജസ്റ്റ് റീകോൾ ചെയ്യുന്നു 10th പഠിച്ച AP അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. AP എന്നാണ് നമ്മൾ പറയുക. വെൻ ഇറ്റ് എക്സ്പാൻഡ് ഇറ്റ് ബിക്കം അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഞാൻ പറഞ്ഞുതരാം. 2, 4, 6, 8, 10 etc. This is one example for arithmetic progression. Then 3, 6, 9, 12. This is the next arithmetic progression. Then can you give me an example? Yes, you are right. 5, 10, 15, 20. It's an arithmetic progression. Then -2. Then let us start with the -5. -5, -3, -1, 1, 3 etc. സോ ഇതൊക്കെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ എക്സാമ്പിളാണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന്. ഇതിൽ നിന്ന് ഈ എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ പ്രത്യേകത എന്ന്. Can you tell me the difference? Can you tell me the speciality of the arithmetic progression? See the first arithmetic progression. Can you see the first arithmetic progression? I think this is visible, no? പേന കൊണ്ട് എഴുതിയാലും നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടെന്നാണ് എനിക്ക് വിചാരിക്കുന്നത്. ഫസ്റ്റ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ നോക്കുക. 2, 4, 6, 8, 10. ഇത് കണ്ടില്ലേ, 2 വെച്ച് കൂടി എല്ലാത്തിലും 2 വെച്ചിട്ട് കൂടി പോവാണ്. ഇവിടെ 3, 6, 9, 12. ആദ്യത്തെ ടൈമിനോട് 3 കൂട്ടിയാണ് പോകുന്നത്. 5, 10, 15. 5 കൂട്ടി പോകുന്നത്. ഇവിടെ എത്രയാണ് ഡിഫറൻസ്? എത്ര കൂടിയാണ് പോകുന്നത്? നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. 2 ആഡ് ചെയ്താൽ പോകുന്നത്. കാരണം -5നോട് 2 ആഡ് ചെയ്യുമ്പോൾ -3 കിട്ടും. -3നോട് 2 ആഡ് ചെയ്യുമ്പോൾ -1 കിട്ടും അല്ലേ? അങ്ങനെ -1നോട് 2 ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. 1 2 ചെയ്യുമ്പോൾ 2 ആഡ് ചെയ്യുമ്പോൾ 3 കിട്ടും. അപ്പോൾ അതായത് 2 വെച്ച് ആഡ് ചെയ്യുന്നു. അതായത് ഇതിലൊക്കെ ഒരു കോമൺ ഡിഫറൻസ് ഉണ്ട്. അതായത് 2ൻ്റെ 4ൻ്റെ ഡിഫറൻസ് എത്രയാണ്? ആദ്യത്തിൽ 2 4ൻ്റെ, അതായത് ഇവിടെ ഈ 2ൻ്റെ 4ൻ്റെ ഡിഫറൻസ് ഇതാ. ഇവിടെ 2ൻ്റെ 4ൻ്റെ ഡിഫറൻസ് എത്രയാണ്? 2. ഇവിടെ 4ൻ്റെ 6ൻ്റെ ഡിഫറൻസ് എത്രയാണ്? 2. 6ൻ്റെ 8ൻ്റെ ഡിഫറൻസ് എത്രയാണ്? 2. സിമിലർലി 3 ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് 2 ടൈം 3. ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് 2 ടൈംസ് 3. ഇവിടെ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് 2 ടൈംസ് 5. ഇവിടെ 5, ഇവിടെ 5. ഇവിടെ ഡിഫറൻസ് 2, ഇവിടെ ഡിഫറൻസ് 2. അതായത് ഒരു കോമൺ ഡിഫറൻസ് ഉണ്ട്. അല്ലാതെ ആദ്യത്തെ 2 ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് കയ്യിൽ പിടിച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഫോക്കസ് ചെയ്ത് ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത്.
ഇവിടെ നമ്മൾ ഒരു കോമൺ ഡിഫറൻസ് 2 ഉണ്ട്, ഇവിടെ കോമൺ ഡിഫറൻസ് 3 ഉണ്ട്, ഇവിടെ കോമൺ ഡിഫറൻസ് 5 ഉണ്ട്, ഇവിടെ കോമൺ ഡിഫറൻസ് +2 ഉണ്ട്. അപ്പോൾ ഇതിൽ എല്ലാത്തിലും കോമൺ ഡിഫറൻസ് ഉണ്ട്. ഇങ്ങനെ കോമൺ ഡിഫറൻസ് വരുന്ന പ്രോഗ്രഷനെയാണ് അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് വരുന്ന സീക്വൻസിനെയാണ് നമ്മൾ പറയുന്നത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ഒരു സീക്വൻസിന് ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. സോ ഇറ്റ് ഈസ് നോൺ ആസ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? കാരണം ഇതിനൊരു കോമൺ ഡിഫറൻസ് ഉണ്ട്, അതുകൊണ്ടാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ടെൻസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞുതരാം. നിങ്ങൾ നോക്കാം, ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ ജനറൽ ഫോം, അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ ജനറൽ ഫോം ഉണ്ട്. ഉദാഹരണത്തിന് ഞാൻ ആദ്യത്തെ ടേം, ഫസ്റ്റ് ടേം, ഞാൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ ഫസ്റ്റ് ടേം ഞാനൊരു എ എന്ന് വിളിക്കുന്നു, കോമൺ ഡിഫറൻസിനെ ഡി എന്ന് വിളിക്കുന്നു. ഓക്കെ, ഫസ്റ്റ് ടൈമിന് ഞാൻ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷന് തുടക്കത്തിലൊരു ടൈം വേണമല്ലോ, അതിന് ഞാൻ എ എന്ന് വിളിക്കുന്നു. പിന്നെ ഒരു സാധനം കൂട്ടി പോകുന്നില്ലേ? ഇപ്പം ഈ കേസിലാണ് 2, മറ്റേ കേസിലാണെങ്കിൽ 5, അങ്ങനെ കൂടി പോകുന്നില്ലേ? ആ കൂടി പോകുന്ന എന്ന് പറയുന്ന പേരാണ് കോമൺ ഡിഫറൻസ്. കോമൺ ആയിട്ട് എന്താണ് ആഡ് ചെയ്ത് പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ സബ്ട്രാക്ട് ചെയ്ത് പോകുന്നത്, അതിനെയാണ് പറയുന്നത് കോമൺ ഡിഫറൻസ്. അത് ഡി ആയിട്ടും വിളിക്കുകയാണെങ്കിൽ അപ്പം ഞാനൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എഴുതാൻ പോകണം, അതിൻ്റെ ഫസ്റ്റ് ടൈം എയും കോമൺ ഡിഫറൻസ് ഡിയും ആണെങ്കിൽ ഫസ്റ്റ് ടൈം എന്താണ്? എ. അതാണ് ആദ്യത്തെ ടൈം, അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ടൈം എങ്ങനെ കിട്ടുക? ആദ്യത്തെ ടൈമിൻ്റെയോട് കൂടി ഈ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് രണ്ടാമത്തെ ടൈം കിട്ടുക. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞല്ലോ 2, 4, 6, 8, 10. ആദ്യത്തെ ടൈം 2 കിട്ടി, രണ്ടാമത്തെ ടൈം കിട്ടാൻ എന്ത് ചെയ്യുക? ഇതിൻ്റെ ഡിഫറൻസ് 2 വെച്ചിട്ടല്ലേ കൂടി പോകുന്നത്. അപ്പോൾ രണ്ടാമത്തെ ടൈം കിട്ടാൻ ഇതിൻ്റെ കൂടെ 2 ആഡ് ചെയ്യുക, അപ്പോൾ 4. മൂന്നാമത്തെ ടൈം കിട്ടാൻ 4ൻ്റെ കൂടെ 2 ആഡ് ചെയ്യുക, അപ്പോൾ 6. അങ്ങനെയല്ലേ പോയത്? അതുപോലെ തന്നെ ആദ്യത്തെ ടൈം ഇവിടെ ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ട് എ. രണ്ടാമത്തെ ടൈം കിട്ടാൻ എന്ത് ചെയ്യണം? എൻ്റെ കൂടെ ഈ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് ഡി, അത് ആഡ് ചെയ്യണം, അതായത് A+D. മൂന്നാമത്തെ ടൈം എന്താണ്? A+2D. നാലാമത്തെ ടൈം എന്താണ്? A+3D. അഞ്ചാമത്തെ ടൈം എന്താണ്? A+4D. അങ്ങനെയാണെങ്കിൽ 10ാമത്തെ ടൈം എന്ത് വരും? A+9D. അങ്ങനെയാണെങ്കിൽ എന്നാമത്തെ ടൈം എന്ത് വരും? 10ാമത്തെ ടൈം എന്ന് പറയുമ്പോൾ A+9D. 10ൽ നിന്ന് കുറഞ്ഞിട്ടുള്ള അത് ഇൻറ്റു ഡി, അതല്ലേ വന്നേക്കുന്നത്. അതായത് നാലാമത്തെ ടൈം എന്ന് പറയുമ്പോൾ A+3D, അതായത് A+4ൽ നിന്ന് കുറഞ്ഞിട്ടുള്ള 3D. അപ്പോൾ എന്നാമത്തെ ടൈം എന്ന് പറയുമ്പോൾ A+Nൽ നിന്ന് കുറഞ്ഞിട്ടുള്ള N-1 ഇൻറ്റു ഡി ആണ് വരിക. സോ ഇതാണ് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ. ഇതിനെയാണ് ജനറൽ ഫോം ഓഫ് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുക. അപ്പം ഇതിൽ നമ്മൾ എന്നാമത്തെ ടൈം എന്ന് പറഞ്ഞാൽ A+N-1 ഇൻറ്റു ഡി എന്നല്ലേ പറഞ്ഞത്. എന്നാമത്തെ ടൈം എന്ന് പറഞ്ഞാൽ എത്ര? nth ടൈം അല്ലേ? അത് ചിലപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് 100 ആണെങ്കിൽ അതിന് 100th ടൈം എന്ന് പറയും. എന്നിൻ്റെ സ്ഥാനത്ത് 1000 ആണെങ്കിൽ 1000ാമത്തെ ടൈം എന്ന് പറയും. ഓക്കെ, സോ nth ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഫസ്റ്റ് ടൈമിനെ A1 എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാം, സെക്കൻഡ് ടൈമിനെ A2 എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാം, തേർഡ് ടൈമിനെ A3 എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാം, ഫോർത്ത് ടൈമിനെ A4 എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യും, ഫിഫ്ത്ത് ടൈമിനെ A5 എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യും, nth ടൈമിനെ അപ്പോൾ നമ്മൾ AN എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യും. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ഫോർമുല. യുവർ nth ടൈം ഈസ് നത്തിങ് ബട്ട് A+N-1 ഇൻറ്റു ഡി. സോ ദിസ് ഈസ് യുവർ ഫസ്റ്റ് ഫോർമുല ഇൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. nth ടൈം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് AN = A+N-1 ഇൻറ്റു ഡി. സോ AN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നിൻ്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുത്താൽ A1 കിട്ടും. അപ്പോൾ ഇവിടെ എന്നിനെ റീപ്ലേസ് ചെയ്ത് 1, അതായത് ഇവിടെ ഉദാഹരണത്തിന് 100th ടൈം കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഫോർമുല ഉപയോഗിക്കാം. AN ഫോർമുല ഉപയോഗിക്കാം. 100th ടൈമാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് A100 ആണ് വേണ്ടത്. സോ എന്നിനെ യു ക്യാൻ റീപ്ലേസ് ബൈ 100. സോ യു വിൽ ഗെറ്റ് A100. സോ ഇവിടുത്തെ എന്നിനും ഇവിടെ എന്ത് റീപ്ലേസ്മെൻറ്റ് നടത്തുന്നു അതേ റീപ്ലേസ്മെൻറ്റ് ഇവിടെ നടത്തണം. ഇവിടെ N 100 ആക്കണം, ഇവിടെ N 100 ആക്കണം. പിന്നെ A സ്റ്റാൻഡ്സ് ഫോർ കോമൺ ഫസ്റ്റ് ടൈം, അത് നിങ്ങൾക്ക് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഐഡൻറ്റിഫൈ ചെയ്യാം. D സ്റ്റാൻഡ്സ് ഫോർ ദ കോമൺ ഡിഫറൻസ്, അത് നിങ്ങൾക്ക് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഐഡൻറ്റിഫൈ ചെയ്യാം. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ഫോർമുല ഇൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ഫോർമുല ഇൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ വിച്ച് യു വാണ്ട് ടു കോൺസെൻട്രേറ്റ്. ഇനി അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് SNൻ്റെ ഫോർമുലയാണ്. എന്താണ് SN എന്ന് പറഞ്ഞുതരാം. SNൻ്റെ ഫോർമുല നമുക്ക് ആദ്യം പറയാം, അതിന് ശേഷം എന്താണ് SN ഡിനോട്ട് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. SN = the formula is n/2 into 2a plus n-1 into d. This is the formula for SN, and one more formula is there for SN, n/2 into a plus last term L. These are the two formulas for SN. What this SN stands for? Sum of ഫസ്റ്റ് n ടേംസ് ഓഫ് AP. അതിനെയാണ് SN എന്ന് പറയുന്നത്. സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് AP. ദാറ്റ് ഈസ് വാട്ട് ഈസ് SN. SN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് AP. അപ്പോൾ എന്താണ് SN? എന്താണ് ഈ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് AP? അതൊക്കെ ചില കുട്ടികൾക്ക് സംശയം വന്നേക്കാം. അത് അവരുടെ അതിന് ക്ലാരിഫിക്കേഷനായിട്ട് പറയുകയാണ്. ഉദാഹരണത്തിന് നമുക്കൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ കൺസിഡർ ചെയ്യാം. ലൈക്ക് 10, ഏറ്റവും സിമ്പിളായിട്ടൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ 10, 20, 30, 40. ഇതിൽ
ഇതിലിപ്പോൾ ഞാൻ ചോദിക്കുവാണ് 10th ടൈം കാണാൻ ചോദിച്ചു. ഈ ഇത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണോ? അതെ. ഫസ്റ്റ് ടൈം എന്താണ്? 10 അല്ലേ? ഫസ്റ്റ് ടൈം 10 ആണ്. കോമൺ ഡിഫറൻസ് എന്താണ്? എന്താണ് ഡിഫറൻസ്? എത്ര വെച്ചാൽ കൂടിപ്പോകുന്നത്? അതാണ് കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് കാണാനുള്ള എളുപ്പവഴി നിങ്ങൾക്ക് അറിയാമായിരിക്കും. കോമൺ ഡിഫറൻസ് കാണാനുള്ള എളുപ്പവഴി എന്ന് പറഞ്ഞാൽ ഒരു ടൈമിൽ നിന്ന് അതിൻ്റെ തൊട്ട് മുമ്പത്തെ ടൈം അങ്ങ് സബ്ട്രാക്ട് ചെയ്യുക. ഉദാഹരണത്തിന് 20 10 സബ്ട്രാക്ട് ചെയ്ത് 10, അങ്ങനെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈമിൽ നിന്ന് അതിൻ്റെ തൊട്ട് മുമ്പത്തെ ടൈം സബ്ട്രാക്ട് ചെയ്യുക. 40 - 30 10. സോ അങ്ങനെയാണ് കോമൺ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനെ തന്നെ ചെയ്യണം. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. ഒരു ടൈമിൽ നിന്ന് അതിൻ്റെ തൊട്ട് മുമ്പത്തെ ടൈം സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്ന സാധനത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോമൺ ഡിഫറൻസ്. സോ ഹിയർ ദ ഫസ്റ്റ് ടൈം ഈസ് 10 ആൻഡ് കോമൺ ഡിഫറൻസ് ഓൾസോ വാട്ട്? 10. ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ഓക്കെ. സോ 10th ടൈം ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം 10th ടൈം അല്ലെങ്കിൽ 10th ടൈം എന്ന് പറഞ്ഞാൽ എന്താ? 10ാമത്തെ ടൈം കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കുക. എത്രാമത്തെയെങ്കിലും ടേമാണ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഫോർമുല AN ആയിരിക്കും. AN = A + n - 1 × d. എത്രാമത്തെയെങ്കിലും ടൈം, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എത്രാമത്തെയെങ്കിലും ടൈം ആയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ, ഉദാഹരണത്തിന് 10th ടൈം എന്ന് ചോദിച്ച പോലത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇതായിരിക്കണം നിങ്ങൾ ഉപയോഗിക്കേണ്ട ഫോർമുല. സോ 10th ടൈം ആണ്. സോ എന്നിനെ റീപ്ലേസ് ചെയ്ത് 10 കൊടുക്കുക. സോ A10. വാട്ട് ഈസ് ദാറ്റ്? A10 A + 10 - 1 9. So A + 9d, replace A by 10 and d by 10. So 10 + 9 × 10 കിട്ടും. A and d നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ 90 + 10 100 കിട്ടി. സോ ഇതാണ് 10th ടൈം. ഇനി ഇതും ഇപ്പം നേരത്തെ നമ്മൾ പഠിച്ച ഫോർമുല അപ്ലൈ ചെയ്താണ്. ഇനി അടുത്തത് ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ, ഇപ്പോൾ ഇതാണ് ചോദ്യം. ഇങ്ങനെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കില്ലേ? എനിക്ക് ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ എന്താണ് മേലെ പറഞ്ഞ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ സം ഓഫ് ഫസ്റ്റ് 100 ടൈംസ് കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക. അതിൻ്റെ അർത്ഥം എന്താ? ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഇങ്ങനെ എഴുതി പോവുക. എന്നിട്ട് ആദ്യത്തെ 100 ടേമുകളുടെ സമ്മ് കണ്ടുപിടിക്കുക. അത് എഴുതി നോക്കിയിട്ട് മൊത്തം ആഡ് ചെയ്യാൻ പോസിബിൾ ആണോ? അല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ഫോർമുല ഉപയോഗിക്കാം? നമുക്ക് SN, അതാണ് സം ഓഫ് ഫസ്റ്റ് n ടൈമിൻ്റെ ഫോർമുല. അപ്പോൾ സം ഓഫ് ഫസ്റ്റ് 100 ടൈമിനും ഈ ഫോർമുല ഉപയോഗിക്കാം. സം ഓഫ് ഇത്ര ടൈം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫോർമുല ധൈര്യമായിട്ട് ഉപയോഗിച്ചോളൂ. SN = n/2 × 2a + n - 1 × d, and this n can be replaced by 100. Why? Because സം ഓഫ് ഫസ്റ്റ് n ടൈംസ് ആണ് ഈ ഫോർമുലയിൽ പറഞ്ഞേക്കുന്ന SN. നമുക്ക് വേണ്ടത് സം ഓഫ് ഫസ്റ്റ് 100 ടൈം ആണ്. സോ S100 ആണ് നമുക്ക് വേണ്ടത്. സോ യു ക്യാൻ റീപ്ലേസ് n by 100. സോ S100 അത് നിങ്ങളുടെ ആൻസർ തരും. ആ കിട്ടുന്ന ആൻസർ ആയിരിക്കും സം ഓഫ് ഫസ്റ്റ് 100 ടൈംസിൻ്റെ സം എന്ന് പറഞ്ഞാൽ. സോ n റീപ്ലേസ് ബൈ 100. ഇവിടെ n-ന് 100 കൊടുത്താൽ ഇവിടെ n-ന് 100 കൊടുക്കണം. സോ n-ന് 100 മാറ്റുക, അത്ര മാത്രമേ ഉള്ളൂ. സോ 2 × A എന്താണ്? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ 10 ആണ്. n - 1 എന്ന് വെച്ചാൽ 100 - 1 99 വരും × 10. ഇത് സോൾവ് ചെയ്യാൻ പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്യാം. 100/2 എന്താണ്? നമുക്ക് 50 ആണ് വരിക. 2 × 10 20 ആണ്. 99 × 10 990. ആഡ് ചെയ്ത് 50 കൊണ്ട് മൾട്ടിപ്ലൈ. 50 × 20 പ്ലസ് ഇത് ബ്രാക്കറ്റിനുള്ളിലുള്ളത് എപ്പോഴും ആദ്യം ചെയ്യണം. സോ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ കിട്ടും. യു വിൽ ഗെറ്റ് ദ ആൻസർ. ഐ തിങ്ക് ദിസ് ഈസ് ആൻസർ. സോ ഇങ്ങനെയാണ് നമ്മൾ ആൻസർ കണ്ടുപിടിക്കുക. സം ഓഫ് ഫസ്റ്റ് n ടൈംസിൻ്റെ ഫോർമുല ഈ രീതിയിലാണ് ആ ആപ്ലിക്കേഷൻ. ഇപ്പം നമ്മൾ പഠിച്ച ഈ ഫോർമുല, ഈ ഫോർമുലയുടെ ആപ്ലിക്കേഷൻ നമ്മളിവിടെ പറഞ്ഞു. നേരത്തെ പഠിച്ച ഫോർമുലയുടെ ആപ്ലിക്കേഷനായിരുന്നു ഇത്. ഇപ്പോൾ പഠിച്ച സം ഓഫ് n ടൈംസിൻ്റെ ആപ്ലിക്കേഷനാണിത്. ഇനി നമ്മൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പോവുകയാണ്. അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെങ്ങനെ സോൾവ് ചെയ്യുന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 ക്വസ്റ്റ്യൻ, 1-2 ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യുള്ളൂ. എന്നിട്ട് നമ്മൾ അടുത്ത പ്രോഗ്രഷനായിട്ടുള്ള ജോമെട്രിക് പ്രോഗ്രഷനോട്ട് പോകും. ഓക്കെ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. പേജ് നമ്പർ 182. അതിൽ എക്സാമ്പിൾ 5 ആണ്. എനിക്ക് തോന്നുന്നു വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, പല കുട്ടികൾക്കും കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണത്. അത് ഞാൻ സോൾവ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് ആൻ AP ഈസ് ഗിവൺ. അതായത് സം ഓഫ് ഫസ്റ്റ് n ടേംസിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയായത്? SN. സോ SN ആണ് തന്നേക്കുന്നത്. എന്ത്? NP + 1/2 n × n - 1 × q എന്ന് പറഞ്ഞാൽ ഇവിടെ പിയും ക്യൂവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. എന്താണ് കോൺസ്റ്റൻറ്റ്? വേർ P and Q ആർ കോൺസ്റ്റൻറ്റ്. സോ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു. സം ഓഫ് ഫസ്റ്റ് n ടൈംസ് ആണ് തന്നേക്കുന്നത്. അതായത് SN ആണ്. SN സ്റ്റാൻഡ്സ് ഫോർ സം ഓഫ് ഫസ്റ്റ് n ടൈംസ്. നോ. സോ SN is given like this. Okay, and where P and Q are constant, that also given with the question. P and Q are constant എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? P യും Q യും കോൺസ്റ്റൻറ്റുകളാണ്. കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പറാണ്. 2 3 4 5 6 -1 -2 3/4 അങ്ങനെ ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും P യും Q യും. എന്ത് വേണമെങ്കിലും ആവാം. P യും Q യും നിങ്ങൾ ആലോചിച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് ഏതെങ്കിലും നമ്പറാണ്. അതിനെപ്പറ്റി നിങ്ങൾ ആലോചിക്കേ വേണ്ട. അത് തന്നെയാണ് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. നിങ്ങളോട് ചോദിക്കുന്നത് ഫൈൻഡ് കോമൺ ഡിഫറൻസ് ആണ്. അമ്പടാ, എന്താ ഇപ്പോൾ സം ഓഫ് ഫസ്റ്റ് n ടൈംസ് വന്നിട്ട് കോമൺ ഡിഫറൻസ് ചോദിച്ചേക്കുക. കുറച്ച് ടൈംസ് തന്നിട്ട് കോമൺ ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ സബ്ട്രാക്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കാറുണ്ട്. ഇത് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ SN ആണ് തന്നേക്കുന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതിൽ നിന്ന് നിങ്ങൾ S1 കാൽക്കുലേറ്റ് ചെയ്യുക, പിന്നെ നിങ്ങൾ S2 കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്താൽ ആൻസർ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം.
ആർ യു ഫോളോയിങ് മീ? S1 എന്ന് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ടെൻഷൻ അടിക്കണം, ഇപ്പോൾ ഹെൽപ്പ് ചെയ്യാം. S1ഉം S2ഉം കാൽക്കുലേറ്റ് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് ആൻസറിലോട്ട് എത്തും. ഞാൻ പറഞ്ഞുതരാം. കോമൺ ഡിഫറൻസോ ഫസ്റ്റ് ടേമോ അങ്ങനെ എന്തെങ്കിലും ആണ് ഇങ്ങനെ ഒരു, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, SN എന്ന് പറഞ്ഞ സാധനം തന്നിട്ട് കോമൺ ഡിഫറൻസോ ഫസ്റ്റ് ടേമോ അങ്ങനെ എന്തെങ്കിലും ആണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ ഈ രീതിയാണ് ഫോളോ ചെയ്യേണ്ടത്. SN എഴുതുക, എന്നിട്ട് S1ഉം S2ഉം കാൽക്കുലേറ്റ് ചെയ്യുക. S1 എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? എന്നിനെ റീപ്ലേസ് ചെയ്ത് 1 ആക്കുക. അപ്പോൾ ഇവിടെയൊക്കെ എന്നിനെ റീപ്ലേസ് ചെയ്തിട്ട് 1 കൊടുക്കണം. സോ 1 ഇൻറ്റു പി പ്ലസ് 1/2 ഇൻറ്റു ഇവിടെ 1 അല്ലേ വരിക, 1 വരും, ഇൻറ്റു n-1 എന്ന് പറയുമ്പോൾ 1 - 1 0 വരും, ഇൻറ്റു Q. അപ്പോൾ എന്താ ആൻസർ വരിക? സോ 1/2 ഇൻറ്റു 1 ഇൻറ്റു 0 ഇൻറ്റു Q. ഒരു 0 ഉണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് മൊത്തം 0 ആവും, പിന്നെ ബാക്കിയുള്ളത് P ആണ്. അങ്ങനെ അവിടെ P വന്നു. ഇസ് ഇറ്റ് ക്ലിയർ? അടുത്തത് S2 ആണ്. S2 എന്ന് പറയുമ്പോൾ എന്നിനെ മാറ്റി 2 ഇടുക. അപ്പോൾ എന്ത് വരും? നിങ്ങൾ ഇവിടെ എന്നിനെ റീപ്ലേസ് ചെയ്ത് 2 ആക്കുമ്പോൾ എന്ത് വരും നോക്കി, 2P പ്ലസ് 1/2 ഇൻറ്റു 2 ഇൻറ്റു അല്ല എന്നിനെ മാറ്റി 2 ആക്കി. S2 എന്ന് പറയുമ്പോൾ എന്നെ ഉള്ളിടത്തൊക്കെ 2 ആക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഇവിടെ എന്നിനെ മാറ്റി 2 ആക്കി, ഇവിടെ എന്നിനെ മാറ്റി 2 ആക്കുമ്പോൾ 2 - 1 1 വരും, 1 ഇൻറ്റു Q. സോ ഇറ്റ് ബിക്കംസ്, യു നൗ ജസ്റ്റ് സി S2 ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. S2 എന്നാൽ 2P പ്ലസ് ഇവിടെ ഈ 2 ഇൻറ്റു ക്യാൻസൽ ചെയ്യാം, ബാക്കി എന്നിട്ട് 1 ഇൻറ്റു Q. സോ ഇതാണ് നമുക്ക് വന്നേക്കുന്നത്. സി, അപ്പോൾ S1ഉം കിട്ടി, S2ഉം കിട്ടി. ഇനി എന്താണ് ഇതുകൊണ്ട് കാര്യം സാർ എന്ന് ചോദിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഞാൻ പറയാം. S1 എന്താണ് കിട്ടിയത് നമുക്ക്? P. S2 എന്താണ് കിട്ടിയത് നമുക്ക്? 2P പ്ലസ് Q. ഇതാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഈ S1 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഒന്ന് പറയാൻ പറ്റുമോ? S1 എന്ന് പറഞ്ഞാൽ സം ഓഫ് ഫസ്റ്റ് 1 ടേം എന്നല്ലേ അതിൻ്റെ അർത്ഥം. വാട്ട് യു മീൻ ബൈ SN? സം ഓഫ് ഫസ്റ്റ് n ടേംസ്. അപ്പോൾ S1 എന്തായിരിക്കും? സം ഓഫ് ഫസ്റ്റ് 1 ടേം അല്ലേ? SN എന്ന് പറഞ്ഞാൽ എന്താ? സം ഓഫ് ഫസ്റ്റ് n ടേംസ്. അപ്പോൾ S1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സം ഓഫ് ഫസ്റ്റ് 1 ടേം. അതായത് S1 = P എന്ന് പറഞ്ഞാൽ സം ഓഫ് ഫസ്റ്റ് 1 ടേം = P എന്നല്ലേ? അതിൻ്റെ അർത്ഥം എന്താ? ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ ആദ്യത്തെ ടേമിൻ്റെ സമ്മ്, അതല്ലേ സം ഓഫ് ഫസ്റ്റ് 1 ടേം. ആദ്യത്തെ ഒരു ടേമിൻ്റെ സമ്മ് എന്നല്ലേ S1. ഞാൻ പറയുന്നു, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, മനസ്സിലാവാത്ത കുട്ടികൾക്ക് വേണ്ടി. SN സ്റ്റാൻഡ്സ് ഫോർ സം ഓഫ് ഫസ്റ്റ് n ടേംസ്. അപ്പോൾ S1 എന്ന് പറഞ്ഞാൽ സം ഓഫ് ഫസ്റ്റ് 1 ടേം, അതായത് ആദ്യത്തെ ഒരു ടേമിൻ്റെ സമ്മ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ടേം തന്നെയായിരിക്കും അല്ലേ? അതും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഇതെങ്കിലും ബൈഹാർട്ട് ചെയ്ത് വെക്കുക. S1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ടേമിന് പറയുന്ന വേറൊരു പേരാണ് S1 എന്നെങ്കിലും മനസ്സിലാക്കുക. ലോജിക്കിൽ ആലോചിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളോട് ഞാൻ പറയുന്നു, S1 = P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞേക്കുന്നത് S1 സ്റ്റാൻഡ്സ് ഫോർ ഫസ്റ്റ് ടേം, അതായത് A = ആണ് P, അഥവാ A1 ഫസ്റ്റ് ടേമേ നമുക്ക് കിട്ടി. ഇപ്പോൾ എന്താണത്? P. S1 = P എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം = P. ഇനി S2 = ഇതെന്ന് പറഞ്ഞാൽ S2 സ്റ്റാൻഡ്സ് ഫോർ സെക്കൻഡ് ടേം ആണോ? അല്ല. S2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 2 ടേമിൻ്റെ സമ്മ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇസ് ഇറ്റ് ക്ലിയർ? അതായത് SN എന്ന് പറഞ്ഞാൽ എന്താ? സം ഓഫ് ഫസ്റ്റ് n ടേംസ്. അപ്പോൾ S2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സം ഓഫ് ഫസ്റ്റ് 2 ടേംസ്. അതായത് ആദ്യത്തെ 2 ടേമിൻ്റെ സമ്മിനെയാണ് S2 എന്ന് പറയുന്നത്. ആദ്യത്തെ 2 ടേമിൻ്റെ സം എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യത്തെ ടൈം എന്താണ്? A1, രണ്ടാമത്തെ ടൈം എന്താണ്? A2. അങ്ങനെയല്ലേ നമ്മൾ ഡിനോട്ട് ചെയ്യുക. അപ്പോൾ S2 എന്ന് പറഞ്ഞാൽ എന്താണ്? SN എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സം ഓഫ് ഫസ്റ്റ് n ടൈംസ്. S2 എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് ഫസ്റ്റ് 2 ടൈംസ്. അതായത് ആദ്യത്തെ 2 ടൈമിൻ്റെ സമ്മ്. ആദ്യത്തെ ടൈമിനെ നമ്മൾ സാധാരണ A1 എന്നും രണ്ടാമത്തെ ടൈമിനെ A2 എന്നും ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ 2 ടൈമിൻ്റെ സമ്മായിട്ടുള്ള S2 എന്ന് പറയുന്നതിന് നമുക്ക് A1 + A2 എന്ന് ഡിനോട്ട് ചെയ്താൽ പോരെ? ഇസ് ഇറ്റ് ക്ലിയർ? S2 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 ടൈമിൻ്റെ സമ്മ്. അതായത് ആദ്യത്തെ ടൈം A1 ഉം രണ്ടാമത്തെ ടൈം A2 ആണെങ്കിൽ ആദ്യത്തെ 2 ടൈമിൻ്റെ സമ്മ് എന്ന് പറയുമ്പോൾ A1 + A2. അതല്ലേ ഈ തന്നിരിക്കുന്ന 2P + Q. ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? യെസ്. നൗ ജസ്റ്റ് സീ, വി ഗോട്ട് ദ വാല്യൂ ഓഫ് A1 ആസ് വാട്ട്? P. അതിവിടെയും കൊടുക്കുക. ഈ A1 മാറ്റി P എന്ന് കൊടുക്കുക. P + A2 = 2P + Q. ഇപ്പോൾ A2 എന്ത് കിട്ടി? 2P + Q. ഈ P റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുക. അപ്പോൾ -P ആയി. അപ്പോൾ എന്തായി? A2 = 2P - P, P + Q. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? ഇപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? A1 P എന്നും കിട്ടി, A2 P + Q എന്നും കിട്ടി. അതായത് ആദ്യത്തെ ടേം Pയും കിട്ടി, A2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ടൈം P + Q കിട്ടി. അപ്പോൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? ഇനി കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കുക? ഏതെങ്കിലും ഒരു ടൈമിൽ നിന്ന് തൊട്ട് മുമ്പത്തെ ടൈം കുറയ്ക്കുക. അതായത് ഞാൻ എന്ത് ചെയ്യുക? സെക്കൻഡ് ടൈമിൽ നിന്ന് മൈനസ് ഫസ്റ്റ് ടൈം ചെയ്താലും പോരെ ഈ കോമൺ ഡിഫറൻസ് കിട്ടാൻ മതി. കോമൺ ഡിഫറൻസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഏതെങ്കിലും ഒരു ടൈമിൽ നിന്ന് അതിൻ്റെ തൊട്ട് മുമ്പത്തെ ടൈം. ഉദാഹരണത്തിന് സെക്കൻഡ് ടൈം ആണെങ്കിൽ സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം ചെയ്ത് കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് കിട്ടും. സെക്കൻഡ് ടൈമിനെയാണ് നമ്മൾ A2 എന്ന് പറയുക, ഫസ്റ്റ് ടൈം A1. ആ A2 ഉം A1 നമ്മുടെ അടുത്തുണ്ട്. A2 എന്താണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്? P + Q. A1 എന്താണ് കിട്ടിയിരിക്കുന്നത്? P. അപ്പോൾ P + Q - P will give you the answer. P and P get cancelled. P - P is 0 and answer is Q. So we got the common difference as Q, and this is the answer for the question. Moving to the next difficult question. Now
We are moving to the next question, page number 185, exercise 9.2, 11th question. Sum of first P, Q, R terms of an AP are A, B, C respectively. Prove that A by P into Q minus R plus B by Q into R minus P plus C by R into P minus Q is equal to 0. ഇത് കാണുമ്പോൾ പെട്ടെന്ന് ബോധം പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ സിമ്പിളായിട്ട് നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. സം ഓഫ് ഫസ്റ്റ് പി ക്യു ആർ ടേംസ് ഓഫ് ആൻ എ പി ആർ എ ബി സി റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം സം ഓഫ് ഫസ്റ്റ് പി ടേംസ് ഓഫ് ആൻ എ പി എന്ന് പറഞ്ഞാൽ എ എന്നും സം ഓഫ് ഫസ്റ്റ് ക്യൂ ടേംസ് ഓഫ് ആൻ എ പി എന്ന് പറഞ്ഞാൽ ബി എന്നും സം ഓഫ് ഫസ്റ്റ് ആർ ടേംസ് ഓഫ് ആൻ എ പി എന്ന് പറഞ്ഞാൽ സി എന്നുമാണ് അതിൻ്റെ അർത്ഥം. ഇസ് ഇറ്റ് ക്ലിയർ? Sum of first PQR terms of an APR ABC respectively stands for sum of first P terms എന്ന് പറഞ്ഞാൽ എയും sum of first Q terms ബിയും sum of first R terms സിയും ആണ്. എന്താണ് sum of first N termsനെ ഡിനോട്ട് ചെയ്യുന്നത്? SN. അപ്പോൾ അങ്ങനെയാണെങ്കിൽ sum of first P termsനെ എങ്ങനെ ഡിനോട്ട് ചെയ്യുക? SP. ആ SP ആണ് sum of first P terms ആണ് എ എന്ന് പറഞ്ഞേക്കുന്നത്. SP is equal to A. Then this is the first given thing. Then which is the second given thing? Sum of first Q terms is B. So SQ is equal to B and similarly SR is equal to C. ഇതാണ് ഫസ്റ്റ് ഗിവൺ തിങ്. ഇത്ര നിങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് 1 മാർക്ക് ഉറപ്പാണ്, മീൻസ് ഹാഫ് മാർക്ക് ഉറപ്പാണ് ഇത്ര എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ. See, so we understood that SP is equal to A, SQ is equal to B and SR is equal to C. അതിൽ നിന്നും ഈ സാധനം നമ്മൾ എക്സ്പ്ലോർ ചെയ്തെടുക്കണം. So what this SP stands for? SN എന്തായിരുന്നു? N/2 into 2A plus N minus 1 into D അല്ലേ? SN എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? N/2 into 2A plus N minus 1 into D ആണ്. അപ്പം SP എന്ന് പറഞ്ഞാൽ എന്ത് വരും? SP എന്നിൻ്റെ സ്ഥാനത്ത് P കൊടുക്കുക, എന്ത് വരും? SN എന്ന് പറഞ്ഞാൽ N/2 into 2A plus N minus 1 into D ആണ്. അപ്പോൾ SP ഇസിക്കൽ A എങ്ങനെ റീപ്ലേസ് ചെയ്യാം? SP എന്ന് പറഞ്ഞാൽ എന്ത് വരും? എന്നിൻ്റെ സ്ഥാനത്ത് P കൊടുക്കുക, അപ്പോൾ എന്ത് വരും? P/2 into 2A plus P minus 1 into D അതല്ലേ SP. എസ് എന്ന് പറഞ്ഞാൽ ഇത്, അപ്പോൾ എസ് പി ആണ് ഇവിടെ നമുക്കുള്ളത്. എസ് പി എന്ന് പറഞ്ഞാൽ എൻ്റെ സ്ഥാനത്ത് പി കൊടുത്ത് ഇത് വരും. സോ എസ് പി ഇസിക്കൽ എ മീൻസ് ദിസ് ഇസിക്കൽ ടു എ. ഇസ് ഇറ്റ് ക്ലിയർ? ദെൻ എസ് ക്യു ഇസിക്കൽ ബി എങ്ങനെ എഴുതാം? ഓക്കെ, അപ്പോൾ എസ് പി ഇസിക്കൽ എ എന്ന് പറഞ്ഞാൽ P/2 into 2A plus P minus 1 into D A എന്ന് പറയാം. ഇത് ഫസ്റ്റ് ഇക്വേഷൻ കൊടുക്കുക. ഇനി എസ് ക്യു ഇസിക്കൽ ബി എൻ്റെ സ്ഥാനത്ത് ക്യൂ ആക്കുക, അപ്പോൾ എന്ത് വരും? Q/2 into 2A plus Q minus 1 into D. അപ്പം എസ് ക്യു ഇസിക്കൽ ബി എന്ന് പറഞ്ഞാൽ ദിസ് ഇസിക്കൽ ബി എന്ന് പറയും സെക്കൻഡ് ഇക്വേഷൻ. Then SR is equal to C, Q എന്നിൻ്റെ സ്ഥാനത്ത് R ആക്കുക. സോ R/2 into 2A plus R minus 1 into D is equal to C. SR is equal to C എന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ എന്താ ചെയ്തതെന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടാവും. ഇതാ നമ്മൾ ചെയ്ത് ഇത്ര മാത്രം. SP is equal to A. SP എന്ന് പറഞ്ഞാൽ SN എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ. അപ്പോൾ SP is equal to A എന്ന് പറയുമ്പം എന്നിൻ്റെ സ്ഥാനത്ത് പി കൊടുക്കുക. അപ്പോൾ പി കൊടുത്തിട്ട് ആ എസ് പി ഇങ്ങനെ റീപ്ലേസ് ചെയ്യുക. എസ് പി ഇസിക്കൽ ഇങ്ങനെ മാറ്റി എഴുതും നമ്മൾ. പിന്നെ അടുത്ത് എസ് ക്യു ഇസിക്കൽ ബി എന്നുള്ളത് എസ് ക്യു എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ വരിക, ഇത് ഇസിക്കൽ ബി. പിന്നെ എസ് ആർ ഇസിക്കൽ സി എന്ന് പറഞ്ഞാൽ ഇതാണ് എസ് ആർ വരിക, ഇസിക്കൽ സി. കാരണം അത് എസ് സി പിയും എസ് ക്യൂവും എസ് ആറും ഒക്കെ ഈ ഫോർമുലയിൽ നിന്നാണ് നമ്മൾ മാറ്റി എഴുതിയെന്ന് നിങ്ങൾ ഓർക്കുക. ഇതിന് ശേഷം നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടതെന്നിലോട്ട് നമുക്ക് നോക്കുക. എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? വി ആർ സപ്പോസ് ടു പ്രൂവ് ദാറ്റ്. സോ എ ബൈ ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ നമ്മൾ LHSൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ 0 ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. ഓക്കെ, സോ ലെറ്റ് us start from LHS. ഐ എം സ്റ്റാർട്ടിങ് ഫ്രം LHS. സോ LHS equal to what? A by P into Q minus R plus B by Q into R minus P plus C by R into P minus Q. ഇതാണ് നമുക്ക് 0 എത്തിക്കേണ്ടത്. സോ നമുക്കിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇനി നിങ്ങൾ നോക്കുക, ഇതിൽ നിങ്ങൾക്ക് എയും ബിയും സിയും എന്താണെന്ന് നിങ്ങളിപ്പോൾ കണ്ടുവച്ചിട്ടുണ്ട്. ഇതാ മുകളിലുണ്ട് എയും ബിയും സിയും എന്താണ്. അപ്പോൾ എൻ്റെ സ്ഥാനത്ത് ഇതും ബീൻ്റെ സ്ഥാനത്ത് ഇതും സീൻ്റെ സ്ഥാനത്ത് ഇതും കൊടുത്ത് ഇവിടെ റീപ്ലേസ് ചെയ്യുക. അപ്പോൾ A/P എന്താകും? എൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? മുകളിൽ നമ്മൾ കിട്ടിയിരിക്കുന്ന ഇതാണല്ലോ A ഇസിക്കൽ ഇത്. സോ റീപ്ലേസ് ദിസ് A by ദിസ് വൺ. സോ എനെ റീപ്ലേസ് ചെയ്യുക അത് വെച്ചിട്ട്. അപ്പോൾ എന്ത് വരും? P/2 ഇൻറ്റു എയ്ക്ക് പകരമാണ് നിങ്ങൾ നോക്കുക, നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ എയ്ക്ക് പകരം ഇടയ്ക്ക് മൊബൈൽ ഫോക്കസ് ഔട്ട് ആകുന്നുണ്ട്, അതുകൊണ്ടാണ് ഫോക്കസ് ചെയ്യുന്ന ഇടയ്ക്കിടയ്ക്ക്. ഈ എയ്ക്ക് പകരം ഈ മുകളിൽ കണ്ടിരിക്കുന്ന A സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ A ഇസിക്കൽ ഇതാണല്ലോ, അപ്പോൾ എയ്ക്ക് പകരം ഇത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു എയ്ക്ക് പകരമാണ് ആ വലിയ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നത്. ഇപ്പോൾ A കൊടുത്തു. ഇനി സോ A/P എഴുതണ്ടേ? സോ A ആണ് ഇപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി by P അതുപോലെ എഴുതി, പിന്നെ Q minus R അതുപോലെ എഴുതി, പ്ലസ് ഇനി B/Q. ബിക്ക് പകരം ഇവിടെയുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ബി ഇതാണല്ലോ, അത് കൊടുക്കുക. അപ്പോൾ എന്ത് വരും?
സോ ബി ബൈ ക്യൂ എന്ന് പറഞ്ഞാൽ ബി എഴുതി ഇപ്പോൾ ബൈ ക്യൂ ഇട്ടു എന്നിട്ട് ആർ മൈനസ് പി അതുപോലെ അതാ ബി ബൈ ക്യൂവിലുള്ള ഈ ടേമിൽ ബിന് മാത്രമാണ് റീപ്ലേസ്മെൻറ്റ് ബാക്കി ബൈ ക്യൂവും ആർ മൈനസ് പി ഒക്കെ നമ്മൾ അതുപോലെ എഴുതണം. സിമിലർലി സി ബൈ ആർ എന്ത് വരും? സിക്കും റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നു നമ്മൾ. ഓക്കെ എത്രയും ചെയ്തു. ഇതിനെ നമ്മൾ കുറേ സോൾവ് ചെയ്തിട്ട് സീറോയിലോട്ട് എത്തിക്കുകയാണ് ചെയ്യുക. നിങ്ങൾ നോക്കുക ഇവിടെ നമുക്കൊരു ക്യാൻസലേഷൻ നടത്താം. ഈ പിയും പിയും ക്യാൻസലാവും, ഈ ക്യൂയും ക്യൂയും ക്യാൻസലാവും, ഈ ആറും ആറും ക്യാൻസലാവും. ബാക്കി എന്തുണ്ട്? ബാക്കി എന്തുണ്ട്? ഇവിടെ ഒന്നുമില്ല. അപ്പോൾ 1 ഉണ്ടെന്നാണ് അർത്ഥം. സോ 1/2 വരും. സോ 1/2 ഇൻറ്റു 2a പ്ലസ് പി മൈനസ് 1 ഇൻറ്റു ഡി ഇൻറ്റു ക്യൂ മൈനസ് ആർ അവിടെ ഉണ്ട്. ക്യൂ മൈനസ് ആർ 1/2 എഴുതി, ഇതെഴുതി, ക്യൂ മൈനസ് ആർ എഴുതി. ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ ടൈമിൽ ഇവിടെ ഒന്നുമില്ലെങ്കിൽ 1/2, ഒന്നുമില്ലെങ്കിൽ 1 ഉണ്ടെന്നാണ് അവിടെ അർത്ഥം. സോ ഇവിടെ 1 വരും. 1/2 ഇൻറ്റു ഇത് ഇൻറ്റു ഇത് അതല്ല അവിടെ റിമെയിൻ ചെയ്യുന്നുള്ളൂ. 1/2 ഇൻറ്റു 2a പ്ലസ് ക്യൂ മൈനസ് 1 ഇൻറ്റു ഡി ഇൻറ്റു ആർ മൈനസ് പി പിന്നെ പ്ലസ് ഇവിടെയും 1/2 ഇൻറ്റു ഇത് ഇൻറ്റു ഇതെന്ന് വരും. സോ 1/2 ഇൻറ്റു 2a പ്ലസ് ആർ മൈനസ് 1 ഇൻറ്റു ഡി ഇൻറ്റു പി മൈനസ് ക്യൂ. ഇതാണ് ലെഫ്റ്റ് സൈഡിൽ ബാക്കി വരുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? നിങ്ങൾ കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത് ഫസ്റ്റത്തെ ടൈം, ഇത് സെക്കൻഡത്തെ ടൈം, ഇത് മൂന്നാമത്തെ ടൈം. അതിലെല്ലാത്തിനും കൂടെ ഏതാണ് കോമൺ? 1/2. യു ക്യാൻ ടേക്ക് ദാറ്റ് 1/2 ഔട്ട് സൈഡ്. ഓക്കെ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ 1/2 3 ടൈമിൽ നിന്ന് ഞാൻ പറഞ്ഞ പോലെ ഔട്ട് സൈഡ് എടുത്തു. ബാക്കി 1/2 ഉള്ളിൽ നമുക്ക് ഇത്രയും ടൈംസ് ഉണ്ട്. ഇനി നമുക്കിവിടെ നമുക്കൊരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ഈ 2a അതുപോലെ ഞാൻ എഴുതുന്നു, ഈ ബ്രാക്കറ്റ് അതുപോലെ ഞാൻ ഇട്ടിട്ട് 2a അതുപോലെ എഴുതുന്നു, പിന്നെ ഈ ഡി ഉള്ളിലോട്ട് എടുക്കുന്നു. അപ്പോൾ പി ഡി മൈനസ് ഡി ഇൻറ്റു പി പി ഡി മൈനസ് 1 ഇൻറ്റു ഡി മൈനസ് ഡി. ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലോട്ട് ഡീന് എടുത്തു, പുറത്ത് ക്യൂ മൈനസ് ആർ അതുപോലെ. സിമിലർലി അതുപോലത്തെ അറേഞ്ച്മെൻറ്റ് ഇവിടെ നടത്തി കഴിഞ്ഞാൽ എന്ത് വരും? കുറച്ച് ചെയ്യാനുണ്ട്. ഇത് ഒരു ഒരു കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് തന്നെ ചെയ്യാനുണ്ട്. ഇനി നിങ്ങൾ നോക്കുക 1/2. എന്നിട്ട് നോക്കുക നിങ്ങൾ ഇനി ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എങ്ങനെ? ആദ്യം 2a ക്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2aq പിന്നെ 2a മൈനസ് ആർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ മൈനസ് 2ar പിന്നെ പി ഡിനെ ക്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ പ്ലസ് പി ഡി ക്യൂ പിന്നെ പി ഡിനെ ആർ കൊണ്ട് കൊടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് പി ഡി ആർ പിന്നെ മൈനസ് ഡീനെ ക്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓരോ ടൈമിനെ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ബ്രാക്കറ്റ് ഓപ്പൺ ആവുക. പിന്നെ മൈനസ് ഡി മൈനസ് ആർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് ഡി ആർ. അങ്ങനെ ഇത് പിന്നെ ഇത് പിന്നെ ഇത് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് മൊത്തം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സിമിലർലി ഇവിടെയൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ സോ നിങ്ങളത് ഇവിടെ നോക്കുക. ഇവിടെ ഇങ്ങനെ നമുക്ക് കിട്ടി. ഇനി നമുക്ക് കുറേ ക്യാൻസലേഷൻ ആയി പോകും. ഒരു 2 + 2a ഉണ്ടാവും. പിന്നെ ഡി പ്ലസ് 2a മൈനസ് 2a ക്യാൻസലായി. പിന്നെ മൈനസ് 2ar പ്ലസ് 2ar പ്ലസ് പി ഡി ക്യൂ മൈനസ് പി ഡി ക്യൂ മൈനസ് പി ഡി ആർ പ്ലസ് പി ഡി ആർ ദെൻ മൈനസ് ഡി ക്യൂ പ്ലസ് ഡി ക്യൂ അതൊക്കെ ക്യാൻസൽ ആവും. ഡി ആർ മൈനസ് ഡി ആർ ഡി പി മൈനസ് ഡി പി പ്ലസ് ക്യൂ ഡി ആർ മൈനസ് ക്യൂ ഡി ആർ. അങ്ങനെ എല്ലാ ടേംസും ക്യാൻസലായി. പുറത്തൊരു 1/2 ഉള്ളിൽ ഒന്നുമില്ല, 0. സോ 1/2 ഇൻറ്റു 0. So we reached in RHS. So this is the way of solving that question. Okay. ആ എക്സസൈസിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 15 പേജ് നമ്പർ 185 എക്സസൈസ് 9.2. അതിലൊരു ക്വസ്റ്റ്യൻ ആണിത്. ഇതും കൂടെ നമുക്ക് സോൾവ് ചെയ്തേക്കാം. a⁻n + b⁻n ഡിവൈഡ് ബൈ a⁻n - 1 + b⁻n - 1 ഈസ് അരിത്തമെറ്റിക് മീൻ ബിറ്റ്വീൻ a ആൻഡ് b. സോ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. അരിത്തമെറ്റിക് മീൻ ബിറ്റ്വീൻ എ ആൻഡ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a+b/2നെയാണ് അരിത്തമെറ്റിക് മീൻ ബിറ്റ്വീൻ എ ആൻഡ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അർത്ഥം. അരിത്തമെറ്റിക് മീൻ ബിറ്റ്വീൻ 2 നമ്പർ എ ആൻഡ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a+b/2 ആണ്. അതായത് അരിത്തമെറ്റിക് മീൻ ബിറ്റ്വീൻ എ ആൻഡ് ബി ആണ് ഈ തന്നേക്കുന്നത്. അതായത് അരിത്തമെറ്റിക് മീൻ ബിറ്റ്വീൻ എ ആൻഡ് ബി എന്താണ്? a+b/2. അപ്പോൾ ആ a+b/2 ആണ് ഈ തന്നേക്കുന്നതല്ലേ എൻ്റെ അർത്ഥം. അതായത് എന്താണത്? അരിത്തമെറ്റിക് മീൻ ബിറ്റ്വീൻ എ ആൻഡ് ബി ആണ് ഈ തന്നേക്കുന്നത്. അരിത്തമെറ്റിക് മീൻ ബിറ്റ്വീൻ എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ a+b/2 ആണ്. അതാണ് ഈ തന്നേക്കുന്നത്. അതെന്താണ്? a⁻n + b⁻n ഡിവൈഡ് ബൈ a⁻n - 1 + b⁻n - 1. നിങ്ങൾ നോക്കിക്കോളൂ. ഇനി നിങ്ങൾക്ക് മനസ്സിലാവാത്ത കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. മീൻസ് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഞാൻ കൺസിഡർ ചെയ്യാൻ പോവാണ്. ലൈക്ക് 5, 7, 9. ഈ
ഇഫ് ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്, 2 വെച്ച് ആഡ് ചെയ്തിട്ടാണ് പോകുന്നത്. ഇതിൽ ഈ 7 കിട്ടാൻ എന്ത് ചെയ്താൽ മതി എന്നറിയും. ഈ 7-നും ഈ നമ്പറും തമ്മിലൊരു ബന്ധമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 7 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നമ്പറിൻ്റെയും മൂന്നാമത്തെ നമ്പറിൻ്റെയും സമ്മിൻ്റെ പകുതിയായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 5, 7, 9 ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ 3 ടേംസ് അടുത്തടുത്തുള്ള ടേംസ് ആയിരിക്കണം. നിർബന്ധമായിട്ടും അടുത്തടുത്തുള്ള ടേംസ് ആയിരിക്കണം, എങ്കിലേ ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. കോൺസിക്യൂട്ടീവ് ടേംസ് ആയിരിക്കണം. 5, 7, 9 കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് എൻ AP ആണെങ്കിൽ നടുക്കത്തെ ടേം എന്ന് പറഞ്ഞാൽ ആദ്യത്തേൻ്റെയും മൂന്നാമത്തിൻ്റെയും ടേംസിൻ്റെ പകുതിയായിരിക്കും. അതായത് 9, 5 എത്രയാണ്? 14 അല്ലേ? 14/2 7. സോ 7 കിട്ടുന്നുണ്ട്. ക്ലിയർ? സോ അതുപോലെ തന്നെയാണ്. സോ ഇതിനെയാണ് അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ. അതായത് ഈ 5, 7, 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിൽ 7 എന്ന് പറയുന്നത് അരിത്തമെറ്റിക് മീൻ ഓഫ് 5 and 9 ആയിരിക്കും. അതായത് 5 + 9/2 ചെയ്താൽ 7 കിട്ടുമെന്നർത്ഥം. അതുപോലെ തന്നെയാണ് അതേ ഒരു പ്രോപ്പർട്ടിയാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. എൻ്റെയും ബിൻ്റെയും അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ A + B/2 ആയിരിക്കും. ഏകദേശം ഇതേ രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇവിടെ വരുന്നത്. അരിത്തമെറ്റിക് മീൻ ബിറ്റ്വീൻ A and B എന്ന് പറഞ്ഞാൽ A + B/2 ആയിരിക്കും. ആ അരിത്തമെറ്റിക് മീനാണ് നമുക്കിവിടെ തന്നേക്കുന്നത് A⁻n + B⁻n / A⁻n - 1 + B⁻n - 1. അതായത് അരിത്തമെറ്റിക് മീൻ ബിറ്റ്വീൻ A and B A + B/2 ആണ്. അതാണ് ഇവിടെ തന്നേക്കുന്നത് എന്ന് പറഞ്ഞാൽ A + B/2 = ഇതെന്നാണ് ഇൻഡയറക്റ്റ്ലി അവർ പറഞ്ഞത്. ഇനി നിങ്ങൾ നോക്കാം, ഈ A + B-നെ ക്യാൻ ഐ റൈറ്റ് A1 + B1? Can I write A + B as A⁻1 + B⁻1? Can I write A + B as A⁻1 + B⁻1? Of course. Why? Because A⁻1 stands for A, B⁻1 stands for B. Then 2 in a can I write 1 + 1? Any problem? Yes, I can write. Then right side as it is A⁻n + B⁻n divided by A⁻n - 1 + B⁻n - 1. Our question is to calculate n. N-ൻ്റെ വാല്യൂ എത്രയാണെന്നാണ്. ഇതാണ് ഏറ്റവും എളുപ്പമുള്ള വഴി. സോ ലെഫ്റ്റ് സൈഡിൽ A⁻1 + B⁻1 അതുപോലെ എഴുതി. 1-നെ can I write A⁻0? Of course, any number raised to 0 is 1. സോ 1-ന് പകരം A⁻0 എന്ന് എഴുതുന്നതിന് കുഴപ്പമില്ല. ഈ 1-നെ എനിക്ക് B⁻0 എന്ന് എഴുതാലോ? പറ്റും. Any number raised to 0 is again 1. So I can replace this one as A⁻0 and this one as B⁻0. റൈറ്റ് സൈഡ് എന്തെന്ന് എഴുതാം? അതുപോലെ തന്നെ A⁻n + B⁻n divided by A⁻n - 1 + B⁻n - 1. Now just see, ഇപ്പോൾ നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡും കമ്പയർ ചെയ്യാം. ഇവിടെ ഉണ്ട് A + B, ഇവിടെ ഉണ്ട് A + B, ഇവിടെ ഉണ്ട് A + B, ഇവിടെ ഉണ്ട് A + B. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഇവിടുത്തെ എയിൻ്റെ, അതായത് ഇവിടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുള്ള ടേംസും സൈൻസും ഒക്കെ ഒരുപോലെയാണ്. മാത്രമല്ല ആ രണ്ട് ടേംസും ഈക്വലാണ് എന്ന് പറയുമ്പം ആ ടേംസുകളുടെ പവറും ഈക്വലാണ്. ഉദാഹരണത്തിന് ഇവിടെ A ഉണ്ട്, പ്ലസ് ഉണ്ട്, B ഉണ്ട്. ഇവിടെ ഉണ്ട് A ഉണ്ട്, പ്ലസ് ഉണ്ട്, B ഉണ്ട്. ഇവിടെ A ഉണ്ട്, പ്ലസ് ഉണ്ട്, B ഉണ്ട്. ഇവിടെ ഉണ്ട് Aയും പ്ലസും B. പിന്നെ ഇക്വാലിറ്റി ഉണ്ട്. അതായത് ഈ രണ്ട് ടേംസ് ഈക്വലാണ്. അപ്പോൾ എല്ലാം ഈക്വൽ ആവുമ്പോൾ പവറും ഈക്വൽ ആവണ്ടേ? ആവണം. അതായത് ഇവിടുത്തെ എയിൻ്റെ പവർ എത്ര? 1. അതും ഇവിടുത്തെ എയിൻ്റെ പവർ എത്ര? n. അത് രണ്ടും സെയിം ആവണം. ഇവിടുത്തെ എയിൻ്റെ പവറും ഇവിടുത്തെ എയിൻ്റെ പവറും സെയിം ആവണമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എയിൻ്റെ പവർ n-ഉം ഇവിടുത്തെ എയിൻ്റെ പവർ 1-ഉം. അതായത് n-ഉം 1-ഉം ഈക്വൽ ആവണം. സോ വാല്യൂ ഓഫ് n ഷുഡ് ബി 1. ദാറ്റ് ഈസ് ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ. സിമ്പിൾ. ഇനി അടുത്ത സെഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് ജോമെട്രിക് പ്രോഗ്രഷനെ പറ്റിയിട്ടുണ്ട്. ജോമെട്രിക് പ്രോഗ്രഷനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ കഴിഞ്ഞു. സീക്വൻസിൻ്റെ ഒരു ഡിവിഷനായിരുന്നു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഞാൻ ഏകദേശമേ കിട്ടിയിട്ടുള്ളൂ, കാരണം നമ്മളൊരു ജസ്റ്റ് കോൺസെപ്റ്റ് പറഞ്ഞ് 2-3 ക്വസ്റ്റ്യൻ ചെയ്തു. അതുകൊണ്ടൊന്നും പോരാ. പക്ഷേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ ആ പ്രോബ്ലം എൻ്റെ സമയം നോക്കി ഞാൻ ചെയ്തു തരുന്നതാണ്. ഒരുപാട് പ്രോബ്ലം മീൻസ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസേ ചെയ്തു തരുള്ളൂ. സോ ജോമെട്രിക് പ്രോഗ്രഷനിലോട്ടാണ് ഇനി അടുത്ത് പോകുന്നത്. ഞാൻ പറഞ്ഞു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന സീക്വൻസിൻ്റെ ഒരു ഫസ്റ്റ് ഡിവിഷനാണ്. പിന്നെ അടുത്ത സീക്വൻസിൻ്റെ ഡിവിഷനാണ് ജോമെട്രിക് പ്രോഗ്രഷൻ. അരിത്തമെറ്റിക് പ്രോഗ്രഷനും ജോമെട്രിക് പ്രോഗ്രഷനും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഈ ജോമെട്രിക് പ്രോഗ്രഷൻ്റെ കോമൺ ആയിട്ട് ജനറൽ ആയിട്ടുള്ള ടേം ഞാൻ എഴുതാം A. ഫസ്റ്റ് ടൈം അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ പോലെ തന്നെ ജോമെട്രിക് പ്രോഗ്രഷനിലും A തന്നെയാണ്. ഇനി അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ സെക്കൻഡ് ടൈം A+D ആണ്. പക്ഷേ ഇവിടുത്തെ സെക്കൻഡ് ടൈം AR ആണ്. മൂന്നാമത്തെ ടൈം AR² ആണ്. നാലാമത്തെ ടൈം AR³ ആണ്. അഞ്ചാമത്തെ ടൈം AR⁴ ആണ്. ആറാമത്തെ ടൈം AR⁵ ആണ്. അങ്ങനെ പോകും. അപ്പോൾ എന്നാമത്തെ ടൈം എന്തരായിരിക്കും? മൂന്നാമത്തെ ടൈം AR², നാലാമത്തെ ടൈം AR³ അഞ്ചാമത്തെ ടൈം AR⁵ കുറവ്, ആറാമത്തെ ടൈം AR⁻⁴ കുറവ്. അപ്പോൾ എന്നാമത്തെ ടൈം AR⁻n കുറവായിട്ടുള്ള n-1 ആയിരിക്കില്ലേ? യെസ്. So this is the general term of geometric progression. അതായത് ഇതിനെയാണ് ജോമെട്രിക്കൽ പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. ജോമെട്രിക്കൽ പ്രോഗ്രഷൻ്റെ ജനറൽ ടേമാണിത്. AR, AR², AR³ AR⁴ AR⁵ etc. The nth term will be AR⁻n - 1. ഈ ജോമെട്രിക് പ്രോഗ്രഷൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ?
ആദ്യത്തെ ടേമിൻ്റെ കൂടെ 6 മൾട്ടിപ്ലൈ ചെയ്താൽ പോകുന്നതാ. എയുടെ കൂടെ 6 മൾട്ടിപ്ലൈ ചെയ്താൽ AR കിട്ടും. ARൻ്റെ കൂടെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ AR സ്ക്വയർ കിട്ടും. AR സ്ക്വയറിന് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് AR ക്യൂബ് കിട്ടും. അതായത് അരിത്തമെറ്റിക് പ്രോഗ്രഷനും ജോമെട്രിക് പ്രോഗ്രഷനും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അയാളോട് പറയാം, അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ ഒരു നമ്പർ ആഡ് ചെയ്ത് അല്ലെങ്കിൽ സബ്ട്രാക്റ്റ് ചെയ്ത് പോകുന്നു. വേറാസ് ഇൻ ജോമെട്രിക് പ്രോഗ്രഷൻ ഒരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നു. ഈസ് ഇറ്റ് ക്ലിയർ? സോ ഇതിൻ്റെ nth ടൈം എന്ന് പറഞ്ഞാൽ AR⁻n-1 ആണ്. സോ nth ടൈം ഈസ് ഡിനോട്ടഡ് ബൈ AN. ANൻ്റെ ഫോർമുലയാണ് ആ ജോമെട്രിക് പ്രോഗ്രഷനിൽ ANൻ്റെ ഫോർമുല AN = AR⁻n-1 ആയിരിക്കും. അതെങ്ങനെ അപ്ലൈ ചെയ്യുന്നു പ്രോബ്ലത്തിൽ നിന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അടുത്ത ഫോർമുലയോട് ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? യെസ്. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ നമുക്ക് ANൻ്റെ ഒരു ഞാൻ വേണമെങ്കിൽ ഒരു പ്രോബ്ലം ചെയ്യാം ഈ ഫോർമുല വെച്ചിട്ട് നിങ്ങളുടെ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ. ഉദാഹരണത്തിന് ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ ഞാൻ എഴുതാൻ പോവാണ്. ഈസ് ഇറ്റ് എ ജോമെട്രിക് പ്രോഗ്രഷൻ? ഓഫ് കോഴ്സ്. വൈ? ബിക്കോസ് ഫസ്റ്റ് നമ്പർ 3 പിന്നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നതാണ് ജോമെട്രിക് പ്രോഗ്രഷൻ. ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്ത് പോകുന്നതാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. സോ ഇതിൽ ജോമെട്രിക് പ്രോഗ്രഷനാണ്. കാരണം 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ പോകുന്നത് 3നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6, 6നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12, 12നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 24. ഒരു കറക്റ്റ് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താണ് പോകുന്നത്. സോ ഇതിൻ്റെ ഫസ്റ്റ് ടൈമിന് നമ്മൾ A എന്ന് പറയുന്നു, അല്ലെങ്കിൽ A1 എന്ന് പറയുന്നു, അല്ലെങ്കിൽ A എന്ന് പറയുന്നു. ഫസ്റ്റ് ടൈമിന് A എന്ന് പറയുന്നു, അതാണ് ഇവിടെ 3. ഇവിടുത്തെ എന്ത് നമ്പർ വെച്ചിട്ടാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ പറയുന്നത് R അഥവാ കോമൺ റേഷ്യോ എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? സോ ഫസ്റ്റ് ടൈമിന് നമ്മൾ 3 എന്ന് പറയുന്നു. ഫസ്റ്റ് ടൈമിന് നമ്മൾ A എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഇവിടെ ഈ കേസിൽ 3 ആണ്. പിന്നെ ഏത് നമ്പർ വെച്ചാണോ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നത്, ഏത് നമ്പർ വെച്ചിട്ടാണോ ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്ത് പോകുന്നത്, അത് കഴിഞ്ഞ കേസിൽ നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് വിളിച്ചു. ഇവിടെ നമ്മൾ ഏത് നമ്പർ വെച്ചിട്ടാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതിനെ നമ്മൾ കോമൺ റേഷ്യോ അഥവാ R എന്ന് വിളിക്കുന്നു. ഏത് നമ്പർ വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത് 2. അതെങ്ങനെ കിട്ടും? പെട്ടെന്ന് ഏതെങ്കിലും ഒരു നമ്പറിൽ നിന്ന് തൊട്ട് മുമ്പത്തെ നമ്പർ സബ്ട്രാക്ട് ചെയ്യുകയല്ലേ ഇവിടെ വേണ്ടത്. അത് അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ ഇവിടെ 6 കിട്ടാൻ അഥവാ കോമൺ റേഷ്യോ കിട്ടാൻ ഒരു നമ്പറിൽ നിന്ന് അതിൻ്റെ തൊട്ട് മുമ്പത്തെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 6/3 അഥവാ 12/6 അഥവാ 24/12. എത്രയാണ് 24/12? 2. സോ കോമൺ റേഷ്യോ വിൽ ബി 2. ഓക്കെ. ഇനി അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് എങ്ങനെയാണ് എയും ആറും ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നിങ്ങൾ പഠിച്ചു. ഇനി ഞാൻ ഈ ഒരു ഇതിനെ നമ്മൾ ജോമെട്രിക് പ്രോഗ്രഷൻ എന്നാണ് പറയുക. ഈ ജോമെട്രിക് പ്രോഗ്രഷനിലെ 100th ടൈം ചോദിച്ചു. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? നമ്മുടെ അടുത്തൊരു ഫോർമുല ഉണ്ട്. nth ടൈം കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഉണ്ട് AR⁻n-1. അപ്പോൾ 100th ടൈം കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ n-നെ 100 ആക്കുക. സോ A 100 എന്ന് വരും. സോ എന്ത് വരും? AR⁻n-നെ 100 ആക്കണം. സോ 100 - 1 99. സോ A എന്താണ് നമുക്ക് കിട്ടിയത്? 3. R എന്താണ്? 2/99. സോ ദാറ്റ് മീൻസ് 3 × 2/99. 3 ഇൻറ്റു ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കില്ല. കാരണം എന്താണെന്നറിയോ? നിങ്ങൾക്ക് 2/99 കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? 2^99 എന്ന് വെച്ചാൽ 2 യു മസ്റ്റ് മൾട്ടിപ്ലൈ 99 ടൈംസ് 2 × 2 × 2 × 2. അത് പോസിബിൾ അല്ല. അപ്പോൾ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിൽ ചോദിക്കുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഒരു മെത്തേഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ക്വസ്റ്റ്യൻ തന്നത്. ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ഓക്കെ. ഇനി നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ പഠിച്ചപ്പോഴുള്ള ഒരു സംഭവം തന്നെയാണ് ഇനി അടുത്തത് ജോമെട്രിക് പ്രോഗ്രഷനിൽ വരുന്നത്. സം ഓഫ് ഫസ്റ്റ് n ടൈംസ് SN ജോമെട്രിക് പ്രോഗ്രഷനിൽ SNൻ്റെ ഫോർമുല ഇതാണ്: A × R⁻n-1 / R-1. This is the formula for calculating SN of geometric progression. SN = A × R⁻n-1 / R-1. എന്താണ് SN? സം ഓഫ് ഫസ്റ്റ് n ടൈംസ്. അതെങ്ങനെ പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യാം ഞാൻ പറഞ്ഞുതരാം. സെയിം ജോമെട്രിക് പ്രോഗ്രഷൻ നമുക്ക് നേരത്തെ കൺസിഡർ ചെയ്ത അതേ ജോമെട്രിക് പ്രോഗ്രഷൻ. സപ്പോസ് ഈ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുകയാണ്, ഇതിലെ ആദ്യത്തെ 100 ടൈംസിൻ്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു എന്ന് ചോദിക്കാം. ആദ്യത്തെ 100 ടൈം വേണ്ട, ആദ്യത്തെ 10 ടൈംസിൻ്റെ 10 ടൈമാണ് വേണ്ട, ആദ്യത്തെ 5 ടൈംസിൻ്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചു എന്ന് വിചാരിക്കാം. ആദ്യത്തെ 5 ടൈംസിൻ്റെ സമ്മ് നിങ്ങളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചു എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ ഓക്കെ, ആദ്യത്തെ 6 ടൈം ആക്കാമല്ലോ നമുക്ക്. അതിന് യെസ്. സോ ഐ നീഡ് ടു കാൽക്കുലേറ്റ് സം ഓഫ് ഫസ്റ്റ് 6 ടൈംസ് ഓഫ് ദിസ് GP ജോമെട്രിക് പ്രോഗ്രഷൻ. ഓക്കെ. അപ്പോൾ നമ്മുടെ അടുത്ത് ഏത് ഫോർമുല ഉണ്ട്? സം ഓഫ് n ടൈംസിൻ്റെ ഫോർമുല ഉണ്ട് SN. അതേതാണത്? A × R⁻n-1 / R-1. അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സം ഓഫ് ഫസ്റ്റ് n ടൈംസിൻ്റെ ഫോർമുലയാണിത്. നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സം ഓഫ് ഫസ്റ്റ് 6 ടൈംസ് ആണ്. അതായത് n യു ക്യാൻ റീപ്ലേസ് ബൈ 6. സോ A6 എന്ന് പറയും. സോ A × R⁻n-1 / R-1 ആണ് ഫോർമുല. സോ A × R⁻n n ബി റീപ്ലേസ്ഡ് ബൈ 6. സോ R⁻6 - 1 / R-1 എന്ന് നമുക്ക് S6നെ മാറ്റാം.
ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? യെസ്. ഇനി എ എന്താണ്? ഫസ്റ്റ് ടൈം. അതെന്താണ് നമുക്കിവിടെ തന്നിട്ടില്ല. നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. എ എന്ന് പറഞ്ഞാൽ 3 ആണ്. പിന്നെ കോമൺ റേഷ്യോ 6 എന്ന് പറഞ്ഞാൽ 2 ആണ്. നമ്മൾ നേരത്തെ റെക്കഗ്നൈസ് ചെയ്തു. അതൊക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 3 × 2⁻6 - 1 ഡിവൈഡ് ബൈ 2 - 1 എന്നാണ് വരിക. ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? സോ ഇറ്റ് ബിക്കംസ് 3 × എന്താണ് 2⁻6? 2 × 2 × 2 × 2 × 2 × 2. So 8 × 8 64. So 64 - 1 ഡിവൈഡ് ബൈ 1 എന്നാണ് വരിക. സോ 3 × 63/1, അതായത് 189 is the answer. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ ഈ ക്വസ്റ്റ്യൻ കാണേണ്ടത്. സോ ഇനി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോമെട്രിക് പ്രോഗ്രഷൻ എന്നുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നു. സോ ഞാൻ പറഞ്ഞ പോലെ ജോമെട്രിക് പ്രോഗ്രഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും സ്ട്രൈക്ക് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 2-3 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യും. ഞാൻ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത് AP-യും GP-യും ആണ്. അത് രണ്ടും ഡിസ്കസ് ചെയ്തു. പക്ഷേ ഈ ചാപ്റ്റർ തീരുന്നില്ല, ഇനിയുണ്ട്. ഈ ചാപ്റ്ററിൽ ഒരു ചെറിയ ടോപ്പിക്കും കൂടി ഉണ്ട്. അപ്പം ഈ വീഡിയോസ് എത്ര പേര് കാണുന്നു, ഈ വീഡിയോസ് എത്ര പേര് ഇഷ്ടപ്പെടുന്നു, ഈ വീഡിയോസ് എത്ര പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നു എന്നൊക്കെ എന്തിനൊക്കെ ആശ്രയിച്ച് ഈ ഒരു ക്ലാസ് എത്രമാര് അംഗീകരിക്കുന്നു എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ, എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അടുത്തത് ചെയ്യാൻ പറ്റുള്ളൂ. വെറുതെ ഒരു ടൈം വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഈ വീഡിയോയ്ക്ക് കിട്ടുന്ന സ്വീകാര്യതയ്ക്ക് അനുസരിച്ചിരിക്കും ഇതിൻ്റെ ബാക്കിയുള്ള ക്ലാസ്സുകളും ഇതിൻ്റെ ബാക്കിയുള്ള പ്രോസസ്സും. അത് തൽക്കാലം ഞാൻ ഇതിൻ്റെ ഈ GP-യുടെ 2-3 ക്വസ്റ്റ്യനുകൾ ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യും. അതിനുശേഷം നിങ്ങൾ എത്ര പേര് ഇത് ഷെയർ ചെയ്യുന്നു, എത്ര പേര് കാണുന്നു, അറ്റ്ലീസ്റ്റ് എത്ര പേർക്ക് ഇത് യൂസ്ഫുൾ ആകുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും എൻ്റെ അടുത്തുള്ള ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതോടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യും. വി ഹാവ് ടു ഡിസ്കസ് 3 more ക്വസ്റ്റ്യൻ. അപ്പോൾ GP-യിലെ ഒരു 3 ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ഞാൻ പിന്നെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ. സോ GP ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകണം. പേജ് നമ്പർ 188, എക്സാമ്പിൾ 13. Then we will solve 1 more question and we will wind up the video session. This is almost 1 hour now. How many terms of the GP 3, 3/2, 3/4, etc. are needed to give the sum 3069/512? അതായത് ഈ ഒരു ഇതൊരു GP ആണ്, അരിത്തമെറ്റിക് പ്രോഗ്രഷനാണ് ഈ കാണുന്നത്, ജോമെട്രിക് പ്രോഗ്രഷനാണ് ഈ കാണുന്നത്. ഇതിൽ എത്ര ടേംസ് ആഡ് ചെയ്താൽ ഈ സമ്മ് കിട്ടുമെന്നാണ് ചോദ്യം. അതായത് ഇങ്ങനെ ഇതിൽ ടേംസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോലും അതിൽ എത്രയോ ടേംസ് കൂടി ഇങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ്റെ അർത്ഥം, ഇതൊരു ജോമെട്രിക് പ്രോഗ്രഷനാണ്. ഇതിൽ എത്രയ്ക്കോ ടേമുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതിയിട്ട് ആ ആദ്യത്തെ എത്രയോ ടേംസ് അങ്ങ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സമ്മ് കിട്ടും. അതിൽ എത്ര ടേംസ് ആയിരിക്കും ആഡ് ചെയ്താലാണ് ഈ സമ്മ് കിട്ടുക എന്നാണ് ചോദ്യത്തിൻ്റെ അർത്ഥം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ലെറ്റ് എത്രയോ ടേംസ് ആഡ് ചെയ്താൽ ഈ സമ്മ് കിട്ടുന്നല്ലേ, നമുക്ക് എത്ര ടേംസ് ആഡ് ചെയ്താലാണ് ഈ സമ്മ് കിട്ടുക എന്നല്ലേ ചോദ്യത്തിൻ്റെ അർത്ഥം. അപ്പം ഞാൻ എഴുതുന്നു, ലെറ്റ് സം ഓഫ് n ടേംസ് ഈസ് ഈക്വൽ ടു 3069/512 എന്ന് എഴുതുന്നു. എൻ്റെ അർത്ഥം എന്താ, അങ്ങനെ എഴുതാനുള്ള കാരണം എന്താ? കാരണം ഈ തന്നിരിക്കുന്ന നിങ്ങൾ നോക്കിക്കോളൂ, തന്നിരിക്കുന്ന ജോമെട്രിക് പ്രോഗ്രഷനിൽ എത്രയൊക്കെയോ ടേംസുകളുണ്ട്. അതിൽ ആദ്യത്തെ എത്രയോ ടേമുകൾ ആഡ് ചെയ്താൽ ഇത് കിട്ടുമെന്നാണ് ചോദ്യം. ആദ്യത്തെ എത്ര ടേംസ് ആഡ് ചെയ്താലാണ് ഈ സമ്മ് കിട്ടുക എന്നാണ് ചോദ്യം. അപ്പോൾ ഞാൻ അസ്യൂം ചെയ്യുന്നു ആദ്യത്തെ n ടേംസ് ആഡ് ചെയ്താലാണ് ഈ സമ്മ് കിട്ടുകയെന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. എന്നിട്ട് ആ n കണ്ടുപിടിച്ചാൽ പോരെ, മതി. സോ ലെറ്റ് സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഈസ് ഈക്വൽ ടു ദാറ്റ് സം എന്ന് അസ്യൂം ചെയ്തു. സം ഓഫ് ഫസ്റ്റ് n ടേംസിനെ ഡിനോട്ട് ചെയ്യുന്നത് SN ആണ്. സോ SN ഈസ് ഈക്വൽ ടു 3069/512 എന്ന് എഴുതാലോ. യെസ്, ആൻഡ് വി നീഡ് ടു കാൽക്കുലേറ്റ് ദാറ്റ് n. സം ഓഫ് n ടേംസ് ആണ് ഇതാണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അപ്പോൾ സം ഓഫ് എത്ര ടേംസ് ആണെന്നാണ് കണ്ടുപിടിക്കുന്നത്. അത് n ഇനി കണ്ടുപിടിച്ചാൽ മതി എന്ന് ചുരുക്കം. സോ SN is equal to 3069/512. Then SN, what is SN? A raised to, tell me. സോ നമുക്ക് ആ SNൻ്റെ ഫോർമുല എഴുതാനുള്ള സമയമാണിത്. ആ ഫോർമുലയിലോട്ട് പോകുന്നതിന് മുമ്പ് എന്താണ് ഫസ്റ്റ് ടൈം, എന്താണ് കോമൺ റേഷ്യോ എന്നൊന്ന് എഴുതാം. ഫസ്റ്റ് ടൈം എന്താണെന്ന് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും, 3 ആണ്. ഇനി കോമൺ റേഷ്യോ എന്താണെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഒരു ടൈമിൽ അതിൻ്റെ തൊട്ട് മുമ്പത്തെ ടൈം ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ. അത് 3/2/3 ചെയ്താൽ മതി. 3/2 ഡിവൈഡഡ് ബൈ 3 ചെയ്ത് കഴിഞ്ഞാൽ കോമൺ റേഷ്യോ കിട്ടും അല്ലേ. 3/2 ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ മതി. അത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ഇങ്ങനെ ചെയ്താൽ മതി, 3/2 ഡിവൈഡഡ് ബൈ 3. അതിന് 3/1 എഴുതുന്നതിന് പ്രശ്നമില്ല. അതായത് 3/2, അതായത് 3 നമുക്ക് 3/1 എഴുതാം. ഇനി റെസിപ്രോക്കൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നൊരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതായത് 3/2 അതുപോലെ എഴുതി ഡിവിഷൻ ഇൻറ്റു ആക്കുക. 3/1 റെസിപ്രോക്കൽ ചെയ്തിട്ട് 1/3, അങ്ങനെ റെസിപ്രോക്കൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 3/6 അഥവാ 1/2 ആണ് നമുക്ക് കോമൺ റേഷ്യോ കിട്ടുക. ഇനി ഞാൻ നിങ്ങളോട് നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്. കാരണം ഒരുപാട് കോൺസെപ്റ്റ് ചാപ്റ്റർ 1 മണിക്കൂർ കൊണ്ട് തീർക്കുക എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ വിട്ടുപോകും. അത് ഞാൻ ഓർത്തിപ്പോൾ പറയുന്നു. നമുക്ക് സം ഓഫ് n ടൈംസ് ഓഫ് ജോമെട്രിക് പ്രോഗ്രഷൻ 2 ഫോർമുല ഉണ്ട്. A × r⁻n−1 ഡിവൈഡ് ബൈ r−1 പിന്നെ വേറൊരു ഫോർമുല ഉണ്ട്, അത് പറയാൻ മറന്നതാണ്, A × 1 - r⁻n ഡിവൈഡ് ബൈ 1 - r. എന്താണ് ഈ 2 ഫോർമുലയും തമ്മിലുള്ള ഡിഫറൻസ്?
ഈ ഫോർമുലയിൽ എ ഇൻറ്റു ആർ എസ് ടു എൻ മൈനസ് വൺ ഡിവൈഡ് ബൈ ആർ മൈനസ് വൺ ആയിരുന്നു. രണ്ടാമത്തെ ഫോർമുലയിൽ വന്നപ്പം എ അതുപോലെ എഴുതി, ആർ എസ് ടു എൻ മൈനസ് വൺ തിരിച്ചെഴുതി, വൺ മൈനസ് ആർ എസ് ടു എൻ, ആർ മൈനസ് വൺ തിരിച്ചെഴുതി, വൺ മൈനസ് ആർ. എന്തുകൊണ്ടാണ് ഈ ഫോർമുല എപ്പോൾ ഉപയോഗിക്കണം? ഈ ഫോർമുല ഏത് കേസിൽ ഉപയോഗിക്കണം? ആറ് കോമൺ റേഷ്യോ വണ്ണിനേക്കാൾ കൂടുതലാണെങ്കിൽ ഈ ഫോർമുല ഉപയോഗിക്കണം. കോമൺ റേഷ്യോ അഥവാ ആർ വണ്ണിനേക്കാൾ കുറവാണെങ്കിൽ ഈ ഫോർമുല ഉപയോഗിക്കണം. ഇവിടെ കോമൺ റേഷ്യോ എത്ര കിട്ടിക്കുന്നത്? 1/2. അത് വണ്ണിനേക്കാൾ കുറവല്ലേ? അതുകൊണ്ട് സെക്കൻഡ് ഫോർമുലയാണ് എസ് എന്നിന് പകരം ഉപയോഗിക്കുന്നത്. അതായത് എസ് എൻ ഈസിക്കൽ 3069/512 എന്ന് എസ് എന്നിന് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് രണ്ടാമത്തെ ഫോർമുല എഴുതണം. അതിൻ്റെ കാരണമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. സോ എ ഇൻറ്റു 1 മൈനസ് ആർ എസ് ടു എൻ ഡിവൈഡ് ബൈ 1 മൈനസ് ആർ ഈസിക്കൽ 3069/512 എന്ന് വരും. സോ ഓക്കെ, മനസ്സിലായില്ലേ? എസ് എന്നെ റീപ്ലേസ് ചെയ്ത് ഫോർമുല എഴുതി. ഇനി എയും ആറൊക്കെ കൊടുക്കുക. അപ്പോൾ എന്ത് വരും? നമുക്ക് 3 × 1 മൈനസ് ആർ റൈസ് ടു എൻ എന്ന് വെച്ചാൽ 1/2 റൈസ് ടു എൻ ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/2. ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? സോ ഇറ്റ് ബിക്കംസ് 3069/512 എന്ന് വരും. ഇനി നിങ്ങളിത് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. 3 ഇൻറ്റു നിങ്ങൾ നോക്കുക ഇവിടെ 1 മൈനസ് ഈ 1/2 റൈസ് ടു എൻ, ഈ എൻ ഈ 1/2ന് പവർ കൊടുക്കാൻ പോവാണ് ഞാൻ. 1/2 റൈസ് ടു എൻ, അതായത് 1 റൈസ് ടു എൻ ഡിവൈഡ് ബൈ 2 റൈസ് ടു എൻ ആണ്. ഈ ബ്രാക്കറ്റ് ഒഴിവാക്കുകയാണ് ഞാൻ. 1/2 ഓൾ റൈസ് ടു എൻ ആണ് ഇത് വായിക്കുക. അപ്പോൾ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും പവർ അങ്ങ് അപ്ലൈ ചെയ്യുക. അതായത് 1 റൈസ് ടു എൻ ഡിവൈഡ് ബൈ 2 റൈസ് ടു എൻ എന്ന് എഴുതുക. 1 റൈസ് ടു എൻ ഡിവൈഡ് ബൈ 2 റൈസ് ടു എൻ. ഓക്കെ, പിന്നെ 1 മൈനസ് 1/2 എന്ന് വെച്ചാൽ 1/2 ആണ്. ഓക്കെ, കാരണം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് അറിയാം 1/2 ആണ് വരിക. സിക്കൽ 3069/512 എന്ന് കിട്ടും. സോ ഇത് നോക്കണം നിങ്ങൾ. സോ ഇറ്റ് ബിക്കംസ് 3 ഇൻറ്റു 1 minus, what is 1 raised to n? 1 raised to n number is 1 itself. 2 raised to n, 2 raised to n as it is. Then 1/2 is equal to 3069/512 എന്ന് വരും. Is it clear? സോ ഇത്ര നമുക്ക് കിട്ടി. ഇതാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതിൽ നിന്ന് കിട്ടി. ഇത്രയും വരെയാണ് നമ്മൾ ചെയ്തെത്തിയത്. Is it clear for you? ഓക്കെ, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഈ 3യും 3069 നമുക്ക് ക്യാൻസൽ ചെയ്യാം. നമുക്ക് ഈ ഡയറക്റ്റ് ക്യാൻസലേഷൻ നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ നമുക്ക് ഇവിടെയും ഡയറക്റ്റ് ക്യാൻസൽ ചെയ്യാം. മുകളിലത്തെ നമ്പറുകൾ തമ്മിൽ ക്യാൻസലേഷൻ പോസിബിൾ ആണ് ചെയ്യാം. 3ൽ എത്ര 3 × 1, ഈ 3ൽ എത്ര 3 × 1, 3 വെച്ച് ക്യാൻസൽ ചെയ്യട്ടെ രണ്ട് സൈഡിലും. 3ൽ 1 0, 2 3 6, 3 3 9. സോ അങ്ങനെ ക്യാൻസൽ ചെയ്തു. ബാക്കി എന്തുണ്ട്? 1 മൈനസ് 1/2 റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു 1023/512 ഉണ്ട്. ഈ 1/2 ഇല്ലേ, ഈ ഡിവൈഡഡ് ബൈ 1/2 ഇല്ലേ, ഇതിനെ എന്തെന്ന് വായിക്കുക? ഡിവൈഡഡ് ബൈ 1/2. അതിന് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടു കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ 1/2 റൈറ്റ് സൈഡിലോട്ട് വരുമ്പം ഇൻറ്റു 1/2 ആവും. ഡിവൈഡഡ് ബൈ 1/2 റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ഇൻറ്റു 1/2 ആവും. ഇപ്പോൾ ഡിവൈഡഡ് ബൈ 2 റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ഇൻറ്റു 2 ആയാലും അതുപോലെ ഡിവൈഡ് ബൈ 1/2 റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ഇൻറ്റു 1/2 ആവും. സോ ഇവിടേക്കാണ് ചില കുട്ടികൾ തെറ്റുകൾ വരുത്തുന്നത്. സോ ഇറ്റ് ബിക്കംസ് 1/2 റൈസ് ടു എൻ ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് എന്ത് വരും? 1023 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 512. ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. സോ ഏകദേശം നിങ്ങൾക്ക് ഇവിടം വരെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം, സോ നമുക്ക് ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് ഈ 1 മൈനസ് 1/2 റൈസ് ടു എൻ അതുപോലെ ഞാൻ എഴുതി. ഈ 1/2 ഡിവൈഡ് ബൈ 1/2 റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ഇൻറ്റു 1/2 ആവും. ഡിവൈഡഡ് ബൈ 3 റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ഇൻറ്റു 3 ആകുന്ന പോലെ ഡിവൈഡ് ബൈ 1/2 റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ഇൻറ്റു 1/2. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. സോ ഇവിടം വരെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, അടുത്ത് നമുക്ക് n കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓപ്ഷൻ, നമ്മുടെ ചോദ്യം അതാണ്. സോ ഞാനിത് ഈ -1 ഈ ടൈമിൽ അതിന് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുക, ഈ ടൈമിനെ ലെഫ്റ്റ് സൈഡിലോട്ട് എടുക്കുന്നു. അപ്പോൾ എന്ത് വരും? 1 മൈനസ് 1023/2 ഇൻറ്റു 512 വരും. ഇത് റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ പ്ലസ് 1/2 റൈസ് ടു എൻ ആവും. ഇറ്റ് ക്ലിയർ? ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ടേംസ് ഇൻ്റർചേഞ്ച് ചെയ്തു. ഇറ്റ് ക്ലിയർ? സോ ഇവിടം വരെ നമുക്ക് കിട്ടി. ഇവിടെ ഞാൻ 1 മൈനസ് ഇത് ഇപ്പോൾ 1 ഇതായിരുന്നു നമ്മൾ നേരത്തെ എടുത്ത സ്റ്റെപ്പ്. അതായത് 1 മൈനസ് 1023 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 512 ഇസിക്കൽ 1/2 റൈസ് ടു എൻ. അതിന് വേറെ രീതി വായിക്കുകയാണെങ്കിൽ 1/2 റൈസ് ടു എൻ ഇസിക്കൽ ഇതൊന്ന് വായിക്കാമല്ലോ. അതാണ് ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത്. സോ 1/2 റൈസ് ടു എൻ അതുപോലെ ഞാൻ ദിസ് വൺ ഇസിക്കൽ ദിസ് വൺ എന്നുള്ളത് ദിസ് വൺ ഇസിക്കൽ ദിസ് വൺ എന്ന സ്റ്റെപ്പ്. ഇപ്പോൾ എ ഇസിക്കൽ ബി എന്നുള്ളത് എനിക്ക് പി ഇസിക്കൽ എ എന്ന് എഴുതാമല്ലോ. അതാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഞാൻ 2 × 512 1024 എന്ന് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് വരും? 1/2 റൈസ് ടു എൻ ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ റൈറ്റ് സൈഡ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 1നെ 1/1 ഇട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1024 മൈനസ് 1023 ഡിവൈഡ് ബൈ 1024 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് 1/2 റൈസ് ടു എൻ ഈസ് ഈക്വൽ ടു
1/1024 എന്ന് കിട്ടും. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കോളാം, ഇതിന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. സോ നമുക്കറിയാം A/B = C/D എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് AD = BC എന്ന് എഴുതാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് 1 × 1024 2n വരും. അപ്പം ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ 1024 നിന്ന് പ്രൈം ഫാക്ടറൈസ് ചെയ്യുക, അപ്പോൾ ആൻസർ കിട്ടും. ഇതാ അതായത് 1024 പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പം 1 2 3 4 5 6 7 8 നമുക്ക് 1024 210 എഴുതാൻ പറ്റും പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ. അതാ 210 നിങ്ങൾക്ക് അറിയാമല്ലോ അത് അല്ലേ. 1024 പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് പ്രൈം ഫാക്ടറൈസേഷൻ. അതായത് 1024 2 × 2 × 2 × 2 × 2 ഇങ്ങനെ എഴുതാം. അതായത് 210 എന്നാക്കി എഴുതാം നമുക്ക് 1024. സോ 1024 എന്ത് വരും, 2 ഇതാ 1024 210. സോ 210 will be equal to 210. 1024 210 എന്നുള്ളത് 210 210 ആക്കാം. ഓക്കെ, ഇറ്റ്സ് ക്ലിയർ. ദിസ് ഈസ് ഈക്വൽ 210 എന്ന് പറഞ്ഞാൽ 1024 എന്ന് പറഞ്ഞാൽ 210 എഴുതാം. ഇത് അതുപോലെ എഴുതി. ഇപ്പോൾ നോക്കിയാൽ രണ്ടിൻ്റെ ബേസ് സെയിം ആണ്, അപ്പോൾ പവറും സെയിം ആവണം. സോ n = 10. വാല്യൂ ഓഫ് n ഷുഡ് ബി 10. കറക്റ്റ് ആൻസറാണ് 10. ഓക്കെ. സോ ഞാൻ സത്യമായിട്ടും ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യണമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ നമുക്ക് 1 മണിക്കൂറായി. 1 മണിക്കൂർ കൊണ്ട് ഏകദേശം ഒരു ഹാഫ് ഓഫ് ദ ചാപ്റ്ററിൽ മെയിനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയേക്കാവുന്ന, നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഇവിടെ നിന്ന് വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നുമ്പം, എനിക്കെങ്ങനെ തോന്നുക മീൻസ് വ്യൂസൊക്കെ വന്നെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ വീഡിയോ നിങ്ങൾ സ്വീകരിച്ചു എന്ന് മനസ്സിലാവുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മൾ ഇനിയുള്ള ബാക്കിയുള്ള കണ്ടിന്യൂ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഇത് എന്നെ സംബന്ധിച്ച് ഒരു വേസ്റ്റേജ് ഓഫ് ടൈം ആകും. അപ്പോൾ എത്ര പേര് ഇത് സ്വീകരിക്കുമെന്ന് നോക്കട്ടെ, എത്ര പേര് അംഗീകരിക്കുന്നുണ്ടെന്ന് നോക്കട്ടെ. അതിനനുസരിച്ച് ഇനി ഒരു കാര്യം ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കമൻറ്റ് ബോക്സിൽ ഇടാം. ഞാൻ എന്തായാലും ചെയ്യും. അത് എത്ര പേര് കണ്ടാലും കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന് ആൻസർ ചെയ്തു തരും. ബിക്കോസ് ഐ എം എ ടീച്ചർ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് തീർക്കേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് താങ്ക്സ് ഫോർ സ്റ്റേയിങ് വിത്ത് മീ. ബൈ ബൈ.